സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, എൻ്റെ കഥയുടെ ഒരു വിശേഷ എപ്പിസോഡിലേക്ക്, ഒരു എക്സ്ക്ലൂസീവ് എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് വളരെ പ്രാധാന്യമുള്ളതാണ്. ചില നാളുകൾക്ക് മുമ്പ് നമ്മുടെ ആസാദി ചാനലിൽ കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ വന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച ഒരു പ്രിയ മകളുണ്ട്. അവൾ ജീവിതത്തിലെ അനുഭവങ്ങളുടെ രണ്ടാം ഭാഗം പറവാൻ നമ്മളുമായി ജോയിൻ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സാക്ഷ്യം വളരെ സ്പെഷ്യൽ എക്സ്ക്ലൂസീവ് സാക്ഷ്യമാണ്. നിങ്ങൾക്കൊരു പക്ഷേ ഈ വീഡിയോ ഓർമ്മയുണ്ടാകും. അതായത് ബ്ലസ്സി ഏഞ്ചൽ തിരുവനന്തപുരത്ത് നിന്നും നമ്മളോട് ചേർന്ന് അന്ന് പറഞ്ഞ സാക്ഷ്യത്തിൻ്റെ ഒരു വിഷ്വലാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ബ്ലസ്സി ഏഞ്ചൽ അന്ന് കിഡ്നി ട്രാൻസ്പ്ലാന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഡയാലിസിസ് നടക്കുന്ന സമയമാണ്. അന്ന് ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന സമയത്ത് ആ പ്രിയ മകൾ വന്ന് ജീവിതാനുഭവങ്ങൾ നമ്മളോട് പങ്കുവെച്ചു. ട്രാൻസ്പ്ലാന്റിന് ഒരു വലിയ ഒരു ചെലവ്, ഒരു ട്രീറ്റ്മെൻറ്റ് ഒക്കെ ആവശ്യമായിരുന്നു. ആസാദിയുടെ പ്രേക്ഷകർ ശക്തമായി ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ മകളുടെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു. അത് കഴിഞ്ഞുള്ള ജീവിതാനുഭവങ്ങൾ നമ്മൾ കേൾക്കാനാണ് ഇന്ന് സ്പെഷ്യലി നമ്മുടെ സെഷനിലേക്ക് ഒരു പ്രാവശ്യം കൂടെ നമ്മൾ ബ്ലസ്സി ഏഞ്ചലിനെ നമ്മൾ രണ്ടാമത് കൊണ്ടുവന്നിരിക്കുന്നത്. പ്രേക്ഷകർ അനേകർ എന്നോട് ചോദിക്കുവാനിടയായി തീർന്നു, ബ്ലസ്സിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്, ബ്ലസ്സിയുടെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞോ, റിക്കവറായോ? ഇതിൻ്റെയൊക്കെ മറുപടിയാണ് നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡ്. ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവമഹത്വം നമ്മളിലൂടെ ഒന്ന് വെളിപ്പെടുവാനിടയായി തീരട്ടെ, ഈ ശുശ്രൂഷയിലൂടെ വെളിപ്പെടുവാനിടയായി തീരട്ടെ. തുടർന്നുള്ള ശുശ്രൂഷകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങൾക്കിങ്ങനെ ദീർഘനാളുകൾക്ക് ശേഷം പ്രിയ ബ്ലസ്സിമോളുമായിട്ട് ഒരു സെഷനോട് അറേഞ്ച് ചെയ്യുവാൻ അവിടുന്ന് ചെയ്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്, ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ആസാദിയുടെ പ്രേക്ഷകർ പ്രിയ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവെ, ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥനയുടെ മറുപടിയാണല്ലോ ഇന്നത്തെ ഈ സാക്ഷ്യത്തിൻ്റെ സെഷൻ. കർത്താവെ, തുടർന്നുള്ള ശുശ്രൂഷകളുടെ മേൽ അവിടുത്തെ അനുഗ്രഹം ഉണ്ടാകണം. പ്രിയ മകളെ അവിടുന്ന് ഉപയോഗിക്കണം. ഈ വീഡിയോ കാണുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണം. നിൻ്റെ മഹത്വം ഞങ്ങളുടെ മേൽ വെളിപ്പെടണം. കർത്താവെ, ഞങ്ങളുടെ സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലായിടത്തും കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വൻ കാര്യങ്ങൾ ചെയ്യുവാൻ അവിടുന്ന് വിശ്വസ്തനാകിയാൽ സ്തോത്രം. സകലമാനവും സകല മഹത്വവും ഞങ്ങൾ അവിടുത്തെ കടപ്പിക്കുന്നു. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. അമേൻ, അമേൻ, അമേൻ. വളരെ സ്നേഹത്തോടു കൂടെ ആദരവോടുകൂടെ പ്രിയ ബ്ലസ്സി മോളെ ഈ സെഷനിലേക്ക് ഞങ്ങളെ വെൽക്കം ചെയ്യാണ്. വെൽക്കം മോളെ. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. ഞാൻ ആദ്യത്തെ ആ ഒരു അന്ന് നമ്മൾ ചെയ്ത വീഡിയോയുടെ ചില ക്ലിപ്പ് നമ്മുടെ വ്യൂവേഴ്സിനെ കാണിക്കുകയായിരുന്നു. അന്ന് കഴുത്തിൽ ഒരു മെഡിക്കൽ ട്യൂബ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എത്ര നാൾ മുമ്പായിരുന്നു അത്? ട്രാൻസ്പ്ലാന്റിന്റെ ഒരാഴ്ച മുമ്പായിരുന്നു തോന്നുന്നു അല്ലേ? അതോ ട്രാൻസ്പ്ലാന്റ് ഒരു 2 മാസത്തിന് മുന്നേ ആയിരുന്നു. ശരി. ഇപ്പൊ എത്ര നാളായി കാണും നമ്മൾ ആ വീഡിയോ ചെയ്തിട്ട്? ഇപ്പൊ ഏകദേശം 10 മാസം കഴിഞ്ഞിട്ടുണ്ട്. 10 1 വർഷം വരെ ആകും. എനിക്ക് ട്രാൻസ്പ്ലാന്റ് തന്നെ ചെയ്തിട്ട് ഇപ്പം ഈ മാസം 10 മാസം ആകുന്നുണ്ട്. ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് 10 മാസമാകുന്നു. നമ്മുടെ ആ വീഡിയോ ചെയ്തിട്ട് ഏകദേശം 1 വർഷമാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഇത്ര വലിയ വ്യത്യാസത്തോടു കൂടെ അന്നും മോള് ചിരിക്കുന്ന മുഖത്തോടു കൂടിയാവുന്ന സാക്ഷ്യം പറഞ്ഞത്. ആ ഒരു ജീവിതാനുഭവത്തിലൂടെ കടന്നു പോയപ്പോൾ ഇന്നും ആരോഗ്യത്തോടു കൂടെ ചിരിക്കുന്ന മുഖത്തോടു കൂടെ എൻ്റെ മുമ്പിൽ ഇങ്ങനെ മോള് വന്നിരിക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. നിറഞ്ഞ ഹൃദയത്തോട് ദൈവത്തിന് നന്ദി പറയുകയാണ് അല്ലേ? നമ്മുടെ ഈ സെഷന്റെ ഒരു ലക്ഷ്യവും അതാണ്. നമുക്ക് നന്ദി പറയണം, കർത്താവിനോട് നന്ദി പറയണം. കർത്താവ് ചെയ്ത വിടുതൽ, അതിന് നന്ദി പറയണം. ബ്ലസ്സിമോടെ സാക്ഷ്യം കേട്ടിട്ടുള്ളവർ ഒത്തിരി പേര് നമ്മളെ ഇപ്പോൾ രണ്ടാമത് കാണുന്നുണ്ടായിരിക്കാം. എന്നാൽ ചിലരെങ്കിലും ഒക്കെ പുതുതായിട്ട് ആദ്യമായിട്ട് കാണുന്നവരായിരിക്കാം. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ ഒത്തിരി ചെറിയ രീതിയിലായിരുന്നു സാക്ഷ്യം പറഞ്ഞത്. അപ്പൊ ഇന്ന് അത് കുറച്ചുകൂടെ എന്റെ കുട്ടിക്കാലം തൊട്ട് കുറച്ചുകൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ നമുക്ക് ആ സമയം ഉപയോഗിക്കാം കേട്ടോ. കാരണം കാണാത്തവർക്ക് വേണ്ടി, അതുപോലെ കണ്ടവർ തന്നെയാണെങ്കിൽ പല കാര്യങ്ങളും അന്ന് രോഗക്കിടക്കയിൽ നിന്ന് പറയുന്നതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റിയില്ല. ഇന്ന് ആരോഗ്യത്തോട് ബലത്തോടു കൂടെ അതെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നുകൂടെ പരിചയപ്പെടുത്തുക. കർത്താവിന് വേല ചെയ്യുന്ന ഒരു കർത്താവിന് ദാസൻ ഡേവിഡ് പാസ്റ്ററുടെ മകളാണ്. നിങ്ങൾ എത്ര കുട്ടികളാ വീട്ടിലെ? മക്കൾ എത്ര പേരാ? 2 പേരാണ്. മൂത്ത ആളാണ് ഞാൻ. എനിക്കുള്ളത് ഒരു അനിയനാണ്. അവൻ MBA പഠിക്കുക ബാംഗ്ലൂരിൽ. ശരി, ഓക്കെ. ദൈവം സഹായിക്കട്ടെ. അപ്പോൾ അതാണ് കുടുംബ പശ്ചാത്തലം. അപ്പോൾ ഞാൻ ഇനി അധിക കാര്യങ്ങൾ പറയുന്നില്ല. മോക്ക് തന്നെ ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ പറയാം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വിട്ടുപോയതും എല്ലാം പറയണം. അതുപോലെ തന്നെ
ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് അതിന് ശേഷമുള്ള അനുഭവങ്ങളെക്കുറിച്ചൊക്കെ ഇന്ന് നമുക്ക് കേൾക്കണം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ പരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഒരു ചാനലിലൂടെ എനിക്ക് എന്റെ സാക്ഷ്യം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുവാൻ സഹായിച്ച സർവശക്തനായ ദൈവത്തിന് ആദ്യം എന്റെ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. അതുപോലെ ഇതിന് കാരണക്കാരനായ പാസ്റ്ററിനും അതുപോലെ പാസ്റ്ററിന്റെ കുടുംബത്തിനും ഈ ചാനലിനും എന്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി പറയാണ്. പാസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ ഞാൻ 1 വർഷത്തിന് മുന്നേ ഈ ചാനലിൽ വന്ന എന്റെ സാക്ഷ്യം വളരെ ചുരുക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ രോഗാവസ്ഥയിലൊക്കെ ആയിരുന്നു. അതിപ്പം ട്രാൻസ്പ്ലാന്റിന് വേണ്ടി വലിയൊരു തുക ആ സമയം ഞങ്ങൾക്ക് കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി കൂടി ഞാൻ എല്ലാവരോടും പ്രാർത്ഥനയും സാമ്പത്തിക സഹായവും ഒക്കെ അന്ന് ഈ ചാനലിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പ്രകാരം ഒത്തിരി പേര് എനിക്ക് വിളിച്ച് പ്രാർത്ഥിക്കുകയും എന്നെ സഹായിക്കുകയും സാമ്പത്തികമായും എല്ലാം ഒത്തിരി എന്നെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ നന്ദി പറയുകയാണ് ഈ സമയം. ഇപ്പോഴും അതിൽ ചിലരും എന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്, എന്റെ കാര്യങ്ങൾ പറയാറുണ്ട്, ബലപ്പെടുത്താറൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ എന്നെ നന്ദി പറയുകയാണ്. അതുപോലെ എന്റെ സാക്ഷ്യം കുറച്ചുകൂടെ ഞാൻ വിവരിക്കാൻ ഒന്ന് ആഗ്രഹിച്ച് ഒപ്പം ദൈവം ചെയ്ത നന്മകൾ കുറിച്ച് ഒരു വാക്ക് പറയാൻ കൂടിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കടന്നു വന്നത്. പാസ്റ്റർ പറഞ്ഞ പോലെ എന്റെ പേര് ബ്ലെസ്സി എന്നാണ്. ഞാൻ ട്രിവാൻഡ്രത്ത് വെള്ളാടയിൽ അഞ്ചുമരങ്കാല എന്ന പ്രദേശത്താണ് താമസിക്കുന്നത്. വീട്ടിലെ പപ്പ, അമ്മ, എനിക്കൊരു സഹോദരനുണ്ട്. അവനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പേര് അഭിഷേക് എന്നാണ്. എന്റെ കുട്ടിക്കാലം തൊട്ട് പറയുകയാണെങ്കിൽ പപ്പയും അമ്മയൊക്കെയും തികച്ചും ഞങ്ങളെ ഈ പെന്തക്കോസ്ത് പാരമ്പര്യത്തിൽ നിന്ന് വന്നവരൊന്നും അല്ല. പപ്പ ഹിന്ദു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആയിരുന്നു. അവര് തമിഴ്നാട്ടിൽ നിന്ന് പപ്പയുടെ കുഞ്ഞുനാളില് കേരളത്തോട്ട് വന്നതാണ്. കേരളത്തോട്ട് വന്നപ്പോൾ കത്തോലിക്ക സഭയിൽ പോവുകയും തുടർന്ന് അവര് CSI ബാക്ക്ഗ്രൗണ്ടായിട്ട് ടച്ച് ചെയ്തൊക്കെ പോകുന്ന ഇതായിരുന്നു. അമ്മയും CSI ബാക്ക്ഗ്രൗണ്ട് ആണ്. പപ്പയുടെ കല്യാണത്തിന് മുന്നേ തന്നെ പപ്പയ്ക്ക് ബ്ലഡ് ക്യാൻസർ എന്ന രോഗം കണ്ടെത്തി. തുടർന്ന് അത് വളരെയധികം കഷ്ടപ്പെടുകയും പിന്നെ പ്രാർത്ഥനയിലൂടെയൊക്കെയാണ് പപ്പയ്ക്ക് പൂർണ്ണമായ ഒരു വിടുതൽ ആ സമയം കിട്ടിയത്. അമ്മയുടെ പപ്പയുടെ കല്യാണ സമയത്തൊക്കെയും പപ്പ രോഗത്തിലൊക്കെ ആയിരുന്നു. തുടർന്ന് പ്രാർത്ഥനയുടെ ഫലമായിട്ട് രോഗം പൂർണ്ണമായി മാറുകയും തുടർന്ന് CSI ചർച്ചിലാണ് പോയിക്കൊണ്ടിരുന്നതെങ്കിലും രാത്രിയുള്ള സമയങ്ങളിൽ ഇട ആരാധനയ്ക്കൊക്കെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു പെന്തക്കോസ്ത് ചർച്ചിൽ പോവുമായിരുന്നു. അങ്ങനെ കുറെ നാൾക്ക് ശേഷം 1998 ഞാൻ ജനിക്കുന്നത്. ഞാൻ ജനിച്ച് ആ സമയം CSI ചർച്ചയ്ക്കാണ്. സമയങ്ങളിൽ മാത്രമാണ് ഞങ്ങൾ പെന്തക്കോസ്ത് ചർച്ചിലോട്ട് പോകുന്നത് കാര്യങ്ങൾ. പക്ഷെ പ്രാർത്ഥനയിലൊക്കെയും ഒത്തിരി വിശ്വാസത്തിലൊക്കെ ആയിരുന്നു എൻ്റെ പപ്പയും അമ്മയൊക്കെ എന്ന് പറയുന്നത്. അങ്ങനെ ഇരുന്ന സമയം ഞാൻ ജനിച്ച സമയത്ത് എന്റെ കരച്ചിൽ എന്ന് പറഞ്ഞ കുറച്ച് വിസിൽ കേൾക്കുന്ന ഒരു ശബ്ദം പോലെയായിരുന്നു. അപ്പൊ ആശുപത്രിയിലെ എക്സ്റേ, എക്കോ ഇതൊക്കെ എടുത്തു നോക്കിയപ്പോഴത്തേക്കും അതിൽ കണ്ടതിന് എന്റെ ഹാർട്ടിന് ഒരു വാൾവിലൊരു ഹോൾ ഉണ്ട്. അപ്പൊ അത് ട്രീറ്റ്മെന്റ് ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ശബ്ദം ഇങ്ങനെ പുറത്തു വരുന്നതെന്നാണ് പറഞ്ഞത്. അപ്പൊ അവര് പറയുന്നത് എന്ന് പറഞ്ഞാൽ 5 വയസ്സ് വരെ ട്രീറ്റ്മെന്റ് ചെയ്യണം, അത് കഴിഞ്ഞ് മാറ്റമൊന്നും കണ്ടില്ല എന്നുണ്ടെങ്കിൽ സമയം സർജറി ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോൾ എന്റെ വീട്ടുകാരൊക്കെയും ഒത്തിരി വിഷമിച്ചു. കാരണം കുഞ്ഞാണ്, ഇങ്ങനെ ഒരു 5 വയസ്സൊക്കെ കഴിയുമ്പോൾ ഒരു സർജറിക്കൊക്കെ വിടുക എന്നൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ട് അന്ന് അവർക്ക് വളരെയധികം പ്രയാസം ഉണ്ടാക്കി. അങ്ങനെ തുടർന്ന് അവിടുന്ന് പീഡിയാട്രിഷ്യൻ ബാബു സാറ് തിരുവനന്തപുരം SIT ഒന്ന് റെഫർ ചെയ്തു. അവിടെ പോയി ഒന്നുകൂടെ എക്കോ ഒക്കെ എടുത്ത് കാണിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ റെഫർ ചെയ്തു. അങ്ങനെ SIT പോകുന്നതിന് തൊട്ട് മുന്നേ ഒരു ദിവസം അമ്മയുടെ വീട്ടിൽ ഒരു പ്രാർത്ഥന ക്രമീകരിച്ചു. അതുപോലെ പപ്പയ്ക്ക് അറിയാവുന്ന ഒത്തിരി പേരോട് പ്രാർത്ഥനയൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. അന്ന് അങ്ങനെ അമ്മയുടെ വീട്ടിൽ വെച്ച് നടന്ന ഒരു പ്രാർത്ഥനയിൽ അവിടെ ഒരു ആന്റി ഉണ്ടായിരുന്നു. ആ ആന്റി പ്രാർത്ഥനയുടെ ഇടയ്ക്ക് ഒരു പ്രവചനം പോലെ, ഒരു ദൈവ ശബ്ദം പോലെ ആന്റി വിളിച്ചു പറഞ്ഞു, ഒരു വലിയൊരു പ്രകാശം വന്ന് എന്റെ ഹൃദയത്തിലോട്ട് അടയുന്നതായിട്ട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നാളെ പോകുമ്പോൾ ഒരു കുഴപ്പവും ഉണ്ടാകില്ല എന്നൊരു ഉറപ്പ് അന്ന് ആ ആന്റി അമ്മയ്ക്കും പപ്പയ്ക്കും ഇങ്ങനെ വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടുത്ത ദിവസം എന്നെയും കൊണ്ട് ഹോസ്പിറ്റലിൽ കടന്നുപോയി. അവിടെ പോയി എക്കോ എടുത്തപ്പോൾ അത്ഭുതം എന്ന് തന്നെ പറയാം. ദൈവം പ്രവർത്തിച്ചതുപോലെ തന്നെ എന്റെ ഹാർട്ടിലെ വാൾവില് ഒരു ഹോളും അവിടെ ഉണ്ടായിരുന്നില്ല. ഡോക്ടേഴ്സിന് തന്നെ അതിശയമായിരുന്നു. കാരണം മുന്നേയുള്ള എല്ലാ ടെസ്റ്റിലും ആ ഹോള് നല്ലതുപോലെ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ എക്കോയില് ആ ഹോളെ കാണുന്നില്ല. ദൈവം പ്രവർത്തിച്ച് അവിടെ എന്നെ അത്ഭുതകരമായി അവിടെ എന്നെ ദൈവം എന്നെ വിടിവിച്ചു. കാരണം ചെറുതിലെ തന്നെ നുള്ളിക്കളയാമെന്ന് ശത്രുവായി വിചാരിച്ചെടുത്ത് ദൈവം അവിടെ എന്നെ താങ്ങി എന്നെ പുറത്തു കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങള് കുറച്ചു നാൾക്ക് ശേഷം പൂർണ്ണമായും CSI ബാക്ക്ഗ്രൗണ്ട് വിട്ടു പെന്തക്കോസ്തിലോട്ട് ചേർന്നു. പപ്പയാണ് ആദ്യം ഞങ്ങളെ വീട്ടിൽ സ്നാനം എടുക്കുന്നത്. എന്റെ അമ്മ അപ്പോഴും ആഭരണം ഒക്കെ ധരിച്ച് ഒരു ഇതായിരുന്നു. കാരണം അമ്മയ്ക്കെന്ന് പറഞ്ഞാൽ കുറച്ച് ആഭരണം ഇടണമെന്നും പിന്നെ അമ്മയുടെ ബാക്ക്ഗ്രൗണ്ട് സഹോദരങ്ങളുടെയൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞ് ആഭരണം മാറ്റാമെന്നുള്ള ഒരു നിലപാടൊക്കെ ആയിരുന്നു. അങ്ങനെ എന്റെ മാമന്റെ കല്യാണം കഴിയുമ്പോഴത്തേക്കും മാറ്റാമെന്നങ്ങനെ പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷെ മാമന്റെ കല്യാണം കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് അങ്ങനെ മനസ്സ് അങ്ങനെ വന്നില്ല പൂർണ്ണമായിട്ട് മാറ്റണം
അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല. പക്ഷെ ആ സമയത്ത് അമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് സത്യമായ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മൾ പൂർണ്ണ മനസ്സോടെ ദൈവത്തെ ആരാധിക്കണം എന്നുള്ള ഒരു ഇതുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അമ്മ ഒരു ദർശനം കണ്ടത് പ്രകാരം പൂർണ്ണമായിട്ട് ആഹരണം മാറ്റി ഈ പെന്തക്കോസ്ത് പാതയിലോട്ട് പിന്തുടരാൻ അമ്മ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് അമ്മയും സ്നാനം എടുക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ 10ാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്കും ഞാനും കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനം ഏറ്റു. അപ്പൊ എനിക്ക് ചെറുപ്പം തൊട്ടേ എന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഡോക്ടർ ആവണം എന്നൊരു വലിയൊരു ആഗ്രഹം എന്റെ ചെറുപ്പം തൊട്ടേ എനിക്ക് ഉണ്ട്. പക്ഷെ ഞങ്ങളെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതിനുള്ള ഒരു വഴിയും ഞങ്ങൾക്ക് ഇല്ല. കാരണം സാമ്പത്തികമായിട്ടായാലും ഞങ്ങൾ കുറച്ച് പിറകിലോട്ടാണ്. കുറച്ച് വസ്തുവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിൽ നിന്ന് അങ്ങനെ ഉപജീവന മാർഗം എന്ന് പറയാൻ അങ്ങനെ വേറെ ഒന്നുമില്ല. അച്ഛനും അമ്മയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ആ ഒരു ഇങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ ചർച്ചിൽ ഒരു പ്രാർത്ഥന വെച്ചപ്പോൾ ഒരു ദാസൻ അവിടെ ദൂത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ഇരിക്കുന്ന ചില കുട്ടികൾ വിദേശത്ത് കടന്നു നിന്ന് ഇങ്ങനെ പഠിക്കും, MBBS പഠിക്കും എന്നിങ്ങനെ ഒരു വാഗ്ദത്തം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രവചനം പോലെ പറഞ്ഞു. അത് ഞാൻ അന്ന് ഏറ്റെടുത്തു. ഞാൻ അന്ന് പ്രാർത്ഥിച്ചു. കാരണം എനിക്കും ആഗ്രഹമുണ്ട്, എനിക്ക് പോയി പഠിക്കണം എന്നുള്ള ഒരു ഇതൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അതിന് പ്രകാരം ഞാൻ 10 പാസ്സായ ശേഷം +2 അതുകൊണ്ട് തന്നെ സയൻസ് എടുത്തു. അങ്ങനെ അത് പഠിച്ചു. +2 പാസ്സായി. അങ്ങനെ വന്നപ്പോഴത്തേക്കും എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ വീടിനടുത്തുള്ള ഒരു പാസ്റ്ററിന്റെ മോളാണ് ചർച്ചില്, അവള് MBBS ചൈനയിലോട്ട് കടന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് കുറച്ചുകൂടെ ഒരു പ്രതീക്ഷ വന്നു. ശരി, അവള് പോയിട്ടുണ്ടല്ലോ, അപ്പൊ എനിക്കും പോകാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കും വന്നു. പക്ഷെ എൻ്റെ ഒരു സമയം എത്തിയപ്പോഴത്തേക്കും പപ്പ പറഞ്ഞു, മക്കളെ ഇതൊന്നും പഠിക്കാനുള്ള ഇതൊന്നും നമ്മുടെ വീട്ടില് അതിനുള്ള ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ല. അങ്ങനെ പറഞ്ഞിട്ട് പപ്പ കൊലശേഖരം എന്നൊരു സ്ഥലത്ത് ഒരു നാച്ചുറോപ്പതി കോഴ്സിന് വേണ്ടിയിട്ട് എന്നെ ജോയിൻ ചെയ്തു. അതും അത് എന്നെ പറഞ്ഞ സംബന്ധിച്ച് അതും ഡോക്ടർ തന്നെയാണ്. അലോപ്പതി അല്ലെന്നേ ഉള്ളൂ, നാച്ചുറോപ്പതി ആയിട്ടുള്ള ഡോക്ടർ തന്നെയാണ്. അത് പോയി പഠിക്കാന്ന് പറഞ്ഞ് എനിക്ക് അവിടെ അഡ്മിഷൻ എടുത്ത് മനസ്സിന് വളരെയധികം വിഷമം ഉണ്ടെങ്കിലും എൻ്റെ വീട്ടിലൊക്കെ ഒരു സാഹചര്യം അതെല്ലാം വെച്ചിട്ട് ഞാനും അത് ശരി പഠിക്കാം എന്നിങ്ങനെ ഞാനും പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നു. എങ്കിലും ദൈവത്തോട് ഞാൻ ഇടയ്ക്ക് പറയായിരുന്നു, ആഗ്രഹങ്ങളെ മാനിക്കുന്നവനാണ് ദൈവം. അപ്പൊ നമ്മൾ ഒരു കാര്യം ദൈവത്തോട് അപേക്ഷിച്ചാൽ അത് നമുക്ക് ഹിതമാണെങ്കിൽ ദൈവം നമുക്ക് തരും എന്നുള്ള ഒരു ഉറപ്പ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഇങ്ങനെ സമയം കിട്ടുമ്പോഴേക്കും വീട്ടിനടുത്തൊരു ചർച്ച ഉണ്ട്. അപ്പോൾ രാവിലെ 1 മണിക്കൂർ ചെന്ന് ഞാൻ ദൈവത്തോട് അവിടെ ഇരുന്ന് തനിയെ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ ദിവസവും രാവിലെ ഉറക്കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ 1 മണിക്കൂർ ചെന്നിരുന്ന് ചർച്ചിൽ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു, ദൈവം എന്നെ കൈവിടില്ല, ഏതെങ്കിലും ഒരു വഴി എനിക്ക് തുറന്നു തരും എന്നുള്ള മനസ്സിൽ ഒരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ അഡ്മിഷനൊക്കെ എടുത്ത് കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ദിവസം പപ്പ ഒരു മാരേജ് ഫംഗ്ഷന് പോയിട്ട് പെട്ടെന്ന് വന്ന് എന്നോട് ചോദിച്ചു, അതായത് എന്റെ കുഞ്ഞുനാളിൽ എന്നോട് സ്കൂളിൽ പഠിച്ച 5 വരെ എന്നോട് സ്കൂളിൽ പഠിച്ച അൻസ എന്നൊരു കുട്ടി, പപ്പയ്ക്ക് അവരെ ഫാമിലി ആയിട്ട് അറിയാം. അപ്പൊ അവരെ ആ കല്യാണ ഫംഗ്ഷന് വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടി റഷ്യയിലോട്ട് MBBS പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. അതേ പ്രകാരം പപ്പ അന്നു കേട്ടിട്ട് എന്ന് വീട്ടിൽ വന്നുകൊണ്ട് എന്നോട് ചോദിച്ചു, ഇതുപോലെ അൻസ റഷ്യയിലോട്ട് പോകുന്നെന്ന് പറഞ്ഞു, നിനക്ക് പോകാൻ താല്പര്യം ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചു. പക്ഷെ കേട്ടപ്പോ ഒത്തിരി ഷോക്കായിരുന്നു. കാരണം പപ്പ ഓൾറെഡി എനിക്ക് നാച്ചുറോപ്പതിക്ക് അഡ്മിഷൻ എടുത്തു. പിന്നെ ഇതിനോട് ചോദിച്ചു. എനിക്ക് കേൾക്കാത്തപ്പറ്റി സന്തോഷവും എല്ലാം കൂടെ വന്നിട്ട് ഞാൻ ഒന്നും പിന്നെ ചിന്തിക്കാതെ ഞാൻ ഓക്കെ പപ്പ ഞാൻ പോകുന്നു എന്നിങ്ങനെ പറഞ്ഞു. പപ്പ ഉടനെ തന്നെ അവരെ വീട്ടിൽ വിളിച്ച് സംസാരിക്കുകയും ഏജന്റ് വരികയും അങ്ങനെ ബാക്കി പേപ്പറും കാര്യങ്ങളൊക്കെ എല്ലാം ക്രമീകരിച്ച് പോകാനുള്ള വഴി ഒരുക്കി. അങ്ങനെ 2016 സെപ്റ്റംബറിൽ ഞാൻ റഷ്യയിലോട്ട് കടന്നുപോയി MBBSനായിട്ട്. പോകുമ്പോഴൊക്കെയും വളരെ സന്തോഷമായിരുന്നു. കാരണം എനിക്ക് വാഗ്ദത്വം ഉണ്ട് ഇങ്ങനെ പഠിക്കൂ എന്നുള്ളതും, പിന്നെ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം കൂടെയാണ് എനിക്കിത് പഠിക്കണം, അങ്ങനത്തെ ഒരു താല്പര്യം. ദൈവവേല ചെയ്യും, ഒപ്പം ഒരു പ്രൊഫഷൻ കൂടെ ഉണ്ടെങ്കിൽ നമുക്കത് ദൈവവേല ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കുമല്ലോ എന്നുള്ളൊരു, കാരണം ഞങ്ങൾക്കൊരു ദൈവവിളി പോലെ ഒരു ദൈവവേല ചെയ്യണം എന്നുള്ള എന്തൊരു ഉണ്ട്. കാരണം പപ്പ വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും പപ്പ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു വാക്കാണ്, പപ്പയെ കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങളൊക്കെയും മക്കളായ ഞങ്ങളിലൂടെ സാധിച്ച് എടുക്കണം എന്നുള്ള ഒരു പ്രാർത്ഥന പപ്പ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ഒരു വിളി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട്. അങ്ങനെ ഞാൻ സന്തോഷത്തോടെ റഷ്യയിലോട്ട് കടന്നുപോയി. ആ സമയം എനിക്ക് അതായത് 2016 എനിക്ക് വാഗ്ദത്ത വചനം കിട്ടുന്നതെന്ന് വെച്ചാൽ യെശയ്യാവ് 45:4 തോന്നുന്നു. ഞാൻ നിനക്ക് മുൻപായി ചെന്ന് നിന്റെ വഴികളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ദുർഘടങ്ങളെ കണ്ണിച്ചു കളയും ചെയ്യുന്ന ഒരു വചനം.
അന്ന് അതൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് ഞങ്ങളെ വീട്ടില് പ്രാർത്ഥന ഉണ്ടായിരുന്നു. എല്ലാം വെച്ച് സന്തോഷത്തോടെയാണ് പോകുന്നത്. പക്ഷെ ഈ പോകുന്നതിന് മുന്നേ തന്നെ പലരും തളർത്താൻ ഒത്തിരി ശ്രമിച്ചു. കാരണം ചിലര് പറയുന്നുണ്ടായിരുന്നു, പാസ്റ്റർ മക്കൾ ഒരിക്കലും ഇങ്ങനെ MBBS പഠിക്കാൻ പാടില്ല. അവര് ദൈവവേലയിൽ മാത്രം ഇങ്ങനെ മുന്നോട്ട് പോകേണ്ടവരാണ്. അങ്ങനെ പഠിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ നിനക്ക് ഹിതമാണെങ്കിൽ നീ എനിക്ക് പഠിക്കാനുള്ള ഒരു പൂർണ്ണ അവസരം നീ എനിക്ക് തരണം എന്ന് ഞാൻ എന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിൻ പ്രകാരം തന്നെ സെപ്റ്റംബറിൽ ഞാൻ കടന്നുപോയി ഏകദേശം 2-3 മാസം നല്ല തണുപ്പൊക്കെയാണ്. എല്ലാം എനിക്ക് അലർജിയുടെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു പേടിയുണ്ടായിരുന്നു പോകുമ്പോൾ തന്നെ അവിടെ ഈ തുമ്മലും കാര്യങ്ങളൊക്കെ വരുമെന്ന്. പക്ഷെ അങ്ങനെ ഒരു പ്രശ്നം എന്റെ ജീവിതത്തിൽ അന്ന് അവിടെ വന്നില്ല. അങ്ങനെ കടന്നുപോയി. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഒരു ഫെബ്രുവരി മാസമാണ് തോന്നുന്നു, അങ്ങനെ വന്നപ്പോഴത്തേക്കും ഈ മഞ്ഞൊക്കെ ഒന്ന് കുറച്ച് മെൽറ്റായി തുടങ്ങുന്ന സമയമായിരുന്നു. അപ്പം നടക്കുന്ന പാതയിൽ മഞ്ഞൊക്കെ ഒന്ന് മെൽറ്റായി ചെറിയൊരു ഐസ് പാളികൾ പോലെ കിടക്കുന്ന ഒരു സമയം. അപ്പൊ ഞങ്ങൾ കോളേജിൽ നിന്ന് ഇറങ്ങി വന്ന സമയത്ത് ഞാൻ ഈ മഞ്ഞിൽ തെന്നൊന്ന് നല്ല വീണു. ആ വീണ സമയത്ത് ഒന്നും തോന്നിയില്ല. ഫ്രണ്ട്സ് ഒക്കെ കൂടെ ഉണ്ടായിരുന്നു, എന്നെ പിടിച്ചെഴുപ്പിച്ചു. ഞങ്ങൾ ഹോസ്റ്റലിലോട്ട് മടങ്ങി ചെന്നു. വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും എനിക്കന്ന് ഫീൽ ചെയ്തില്ല. അടുത്ത ദിവസം രാവിലെ അയച്ചപ്പോ ശരീരത്തില് കാലിലൊക്കെ നല്ലതുപോലെ നീര് വരാൻ തുടങ്ങി. അപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടെന്ന്, വീഴ്ചയിൽ എന്തെങ്കിലും ഫ്രാക്ചർ പോലെ എന്തെങ്കിലും സംഭവിച്ചതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ചതവ് പറ്റിയതാണോ ഒരിത് സംശയം. കാരണം കോളേജിലെ ഹോസ്പിറ്റലിൽ തന്നെ ഞങ്ങൾ കടന്നുപോയി. അവിടെ പോയി എക്സ്റേ ഒക്കെ എടുത്തപ്പോഴും അങ്ങനെ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തിരിച്ചു മടങ്ങി വന്ന് ക്ലാസ്സിന് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നു. ദിവസം കഴിയും തോറും ഈ നീരിന്റെ അനുഭവം പിന്നെയും ശരീരത്ത് വരാൻ തുടങ്ങി. ഉറക്കൊഴിക്കുമ്പോൾ മുഖത്ത് നീര് വരിക, കണ്ണില് പഫി ഐസ് പോലെയൊക്കെ കണ്ണില് നീര് വരിക, ഇങ്ങനെയൊക്കെ വന്നു. എന്നാൽ ഉറക്കെഴുന്നേറ്റ് ഒരു 4-5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും മുഖം പഴയതുപോലെ ആകുന്നുണ്ട്, ആ നീരൊക്കെ മാറുന്നുണ്ട്. എന്താ കാരണമെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അങ്ങനെ വേറെ വേദനയായിട്ടോ അല്ലെങ്കിൽ വേറെ ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഇല്ലതാ. ഒരു ദിവസം എന്റെ സീനിയർ ഒരു ചേച്ചി ജോസ്ന എന്ന് പറയും, ചേച്ചിയും പെന്തക്കോസ്താണ്. ഞങ്ങൾക്ക് അവിടെ ഒരു സൺഡേസ് ഞങ്ങൾ ഇങ്ങനെ പെന്തക്കോസ്റ്റ് കുട്ടികൾ മാത്രം ചേർന്ന് ഒരു പ്രെയർ ഗ്രൂപ്പ് ക്രമീകരിച്ചു. അപ്പം അങ്ങനെ ആ ചേച്ചിയെ പരിചയപ്പെട്ടാണ്. ആ ചേച്ചി പറഞ്ഞു നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചെന്ന് നോക്കാം എന്നിങ്ങനെ പറഞ്ഞു ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും അവിടെ ഇരുന്ന ഡോക്ടർ പറഞ്ഞു, അയ്യോ ഈ കുട്ടിക്ക് ഒരു കുഴപ്പമൊന്നുമില്ല, ക്ലാസ്സിന് പോകാൻ മടിച്ചിട്ടായിരിക്കും ഇങ്ങനെ പറയുന്നതെന്ന് പറയും. പക്ഷെ എനിക്കും അറിയാം, ആ ചേച്ചിക്കും അറിയാം. കാരണം രാവിലെ എഴിക്കുമ്പോൾ മുഖത്ത് നീര് വരുന്നുണ്ട്. ഞങ്ങൾക്കറിയാം ഇത് ചുമ്മാ ഞങ്ങൾ പറയുന്നതല്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ എങ്കിലും ഡോക്ടറല്ലേ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചിട്ട് ഞങ്ങൾ തിരിച്ചു മടങ്ങി വന്നു, ക്ലാസ്സിന് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ക്ലാസ്സിന് പോയി 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അതിശക്തമായി ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ തന്നെ വയറുവേദന വന്ന് ഒട്ടും ക്ലാസ്സിന് ഇരിക്കാൻ കഴിയുന്നില്ല. ഞങ്ങള് പറഞ്ഞിട്ട് ഹോസ്റ്റലിൽ തിരിച്ചു വന്നു. ചായ ഇരുന്നത് എടുത്ത് കുടിച്ചു. കാരണം ഫുഡ് ഞങ്ങൾ ഈ ക്ലാസ്സിന് പോകുന്നത് കൊണ്ട് തന്നെ സമയം മാറിയൊക്കെ കഴിക്കാറ്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സമയം തരും. അപ്പൊ ഗ്യാസിന്റെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് വന്ന ഉടനെ ചായ കുടിച്ചതും അടുത്ത് ഒമിറ്റ് ചെയ്യാൻ തുടങ്ങി. ഒമിറ്റ് ചെയ്യുന്നതിന് കുടിച്ച വേഗത്തിൽ തന്നെ തിരിച്ചു വരാൻ തുടങ്ങി. അടുത്ത് വെള്ളം കുടിക്കും തോറും പിന്നെയും വൊമിറ്റ് ചെയ്യുന്നു. അപ്പൊ ഞാൻ പിന്നെ സ്റ്റോപ്പ് ചെയ്തു, ഒന്നും കഴിക്കാൻ നിന്നില്ല. എന്നിട്ട് ശരിക്കും വോമിറ്റ് ചെയ്ത് തൊണ്ടയൊക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു അന്ന്. അത് കാരണം കിടന്നുറങ്ങി, നല്ലപോലെ ക്ഷീണിച്ച് അങ്ങനെ കിടന്നുറങ്ങി. രാത്രി ആയപ്പോഴത്തേക്കും പിന്നെയും വൊമിറ്റിംഗ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ റൂമിൽ 3 പേരാണ്. ഒന്ന് എന്റെ കൂടെ സ്കൂളിൽ പഠിച്ച അൻസ, പിന്നെ എറണാകുളത്തുള്ള വേറൊരു കുട്ടി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ രണ്ടുപേരും ഉറക്കായതുകൊണ്ട് എനിക്ക് അങ്ങനെ അവരെ ഡിസ്റ്റർബ് ചെയ്യണമെന്നൊന്നും തോന്നിയില്ല. ഞാൻ ആദ്യം എഴുന്നേറ്റ് ബാത്റൂമിലൊക്കെ പോയി വൊമിറ്റ് ചെയ്തു. പക്ഷെ പിന്നെ ഇപ്പം എഴുന്നേറ്റ് പോകാൻ എനിക്ക് കഴിഞ്ഞില്ല. കാരണം ബോഡി അത്രയ്ക്കും ടയേർഡായി തുടങ്ങി. ഞാൻ എഴുന്നേറ്റ് പോകാനും പറ്റില്ല. അപ്പം ഈ റൂമിൽ വൊമിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടാണല്ലോ എന്ന് വെച്ചിട്ട് ഒരു ബേസിൻ ഇരുന്നു. ആ ബേസിൻ ഞാൻ എന്റെ കട്ടിലിന്റെ താഴെ കൊണ്ടുവച്ചു. അങ്ങനെ വൊമിറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും വൊമിറ്റിങ്ങിന്റെ കളറൊക്കെ മാറി വരിക. കുറച്ച് പച്ച നീല ആ കളറിലൊക്കെ ഇങ്ങനെ വൊമിറ്റിങ് ഇങ്ങനെ വന്നു തുടങ്ങി. പെട്ടെന്ന് മനസ്സിൽ പേടിച്ച് ഞാൻ എന്റെ ഫ്രണ്ടിനെ വിളിച്ചുണർത്തി. അപ്പോഴത്തേക്ക് ഏകദേശം നേരം വെളുത്തിട്ടുണ്ടായിരുന്നു, ഏർലി മോർണിംഗ് ഒക്കെ ആയി. അവരെഴുന്നേറ്റ് ഹോസ്റ്റലിലുള്ള ലീഡറിനെയൊക്കെ അറിയിച്ചു. ലീഡർ വന്നു, അവര് ഹോസ്പിറ്റലിൽ അറിയിച്ചു, ആംബുലൻസ് വന്നു, ഡോക്ടേഴ്സ് വന്നു, എന്നെ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് അപ്പോഴത്തേക്ക് ഇഞ്ചക്ഷൻ തന്നിട്ടും വേറെ മാറ്റമൊന്നും കാണാത്ത അവർ പറഞ്ഞു ഉടനെ ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് എന്നെ അവിടെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആദ്യം ഒരു ചെറിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അവിടെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും
വേറെ ഒന്നും അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. സ്കാൻ ചെയ്തപ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ട് പറഞ്ഞു ഇവിടെ പറ്റത്തില്ല, വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് അവർ തന്നെ റെഫർ ചെയ്ത് വേറെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി ഇപ്പൊ പറഞ്ഞു അബ്ഡോമിനിൽ നിറച്ച് ഫ്ലൂയിഡ് ആണ്, എത്രയും പെട്ടെന്ന് അത് റിമൂവ് ചെയ്തില്ലെങ്കിൽ ജീവന് തന്നെ അപകടമാവും. അത് പറഞ്ഞു. ഓൾറെഡി എനിക്ക് ഈ വൊമിറ്റ് ചെയ്ത് ഞാൻ പകുതി ഒരു അബോധ അവസ്ഥയിലാണ്. ഇതുകൂടെ കേട്ടപ്പോ എനിക്ക് നല്ല പേടിയായി. കാരണം അന്യ ഒരു ദേശം, പപ്പയമ്മ ആരും കൂടെ ഇല്ല, എന്ത് ചെയ്യണോ ഏത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഒത്തിരി ഇത് എന്ത് ചെയ്യണോന്ന് അറിയാണ്ട് ഇങ്ങനെ നിൽക്കായിരുന്നു. അപ്പം ഞങ്ങൾക്ക് മലയാളികൾക്ക് മാത്രമായിട്ട് ഒരു സീനിയർ ഒരു ഹെഡ് ഉണ്ട്. അതായത് പോകുന്ന ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ലാംഗ്വേജ് പ്രോബ്ലം ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ആ ലാംഗ്വേജ് ഒക്കെ ക്ലിയർ ആക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു ഹെഡ് ഒരു സീനിയർ ഉണ്ടായിരുന്നു. അപ്പൊ സീനിയേഴ്സ് ആകുമ്പോൾ അവര് നമ്മള് സാറെന്നൊക്കെയാണ് അവരെ വിളിക്കാറ്. അപ്പൊ ഇവിടെ ട്രാൻഡത്തുള്ള തന്നെ ഒരു ആദിൽ എന്ന് പറഞ്ഞ ഒരു സാർ അവിടെ ഉണ്ടായിരുന്നു. ആ സീനിയർ കടന്നു വന്നിട്ട് ഹോസ്പിറ്റലിൽ എല്ലാവരോടും സംസാരിച്ചു. എന്നോട് പറഞ്ഞു ഇങ്ങനെ സർജറി ചെയ്യണം, ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണെന്ന് പറഞ്ഞു. സാറെ എന്നെ വീട്ടിൽ വിളിച്ച് സംസാരിച്ചു, സർജറിക്ക് അവിടെ ഒപ്പിട്ട് കൊടുത്തു. അന്ന് രാത്രി തന്നെ എനിക്ക് ലാപ്രോസ്കോപ്പി അവര് ചെയ്ത് ഫ്ലൂയിഡ് റിമൂവ് ചെയ്തു. എനിക്ക് ഓർമ്മയൊന്നുമില്ല. എനിക്കൊരു പാതി ഓർമ്മയൊക്കെ വന്നപ്പോൾ അവരെന്നോട് പറഞ്ഞു ബ്ലസ്സി ഞങ്ങൾ പോവുകയാണ്, നാളെ കാണാം, ഇവിടെ ബൈസ്റ്റാൻഡേഴ്സിന് ആരെയും ഇരുത്തത്തില്ല, അങ്ങനെ പറഞ്ഞ് അവർ പോയി. എനിക്ക് അന്നേരം എനിക്ക് എന്താ നടന്നതെന്നോ ഒന്നും ഒരു പിടിയും ഒന്നും ഇല്ലായിരുന്നു. എന്നെ ഒരു റൂമിലാക്കി. ഏകദേശം പകുതി രാത്രി ആയപ്പോഴത്തേക്ക് എനിക്ക് ഈ അനസ്തീഷ്യയുടെ ആ ഒരു കെട്ട് മാറി നല്ലതുപോലെ ഓർമ്മ വന്നപ്പോ എവിടെയാണ് എന്തോ കിടക്കുന്നതെന്ന് എനിക്കൊന്നും ഓർമ്മയില്ല. ശരീരം മൊത്തം നല്ലൊരു ഭാരം കയറിയ ഒരു അവസ്ഥയായിരുന്നു എന്റെ ശരീരം. ഞാൻ നല്ലതുപോലെ പേടിച്ചു. എഴുന്നേക്കാൻ ശ്രമിച്ചപ്പോ എനിക്ക് എഴുന്നേക്കാൻ കഴിയുന്നില്ല. എന്റെ ശരീരത്തിൽ എന്തോ ഒരു ഭാരവും പിന്നെ എന്തോ ഒരു കെട്ടി വലിഞ്ഞു മുറുകിയ ഒരു അവസ്ഥയായിരുന്നു. എനിക്ക് പെട്ടെന്ന് അമ്മയും പപ്പയൊക്കെ കാണണമെന്ന് തോന്നി, സങ്കടം വന്നു, കരഞ്ഞു. പക്ഷെ ആരും അവിടെ ഇല്ല. ഞാൻ പിന്നെ എഴിച്ച് ഇരിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് പറ്റില്ല. കുറച്ചിങ്ങനെ നോക്കി വെള്ളം വേണമെന്നുണ്ട്. നോക്കിയപ്പോ ഉണ്ട് ഒരു അമ്മച്ചി താഴെ ഒരു കട്ടിൽ കിടപ്പുണ്ട്. റഷ്യനാണ്. എനിക്ക് പിന്നെ റഷ്യനിൽ പോലും സംസാരിക്കാൻ അറിയത്തില്ല. എന്തോ ഒരു ഭാഗ്യം തോന്നി ആ അമ്മച്ചി എഴുന്നേറ്റ് വന്ന് വെള്ളം വേണോന്ന് എന്നോട് ചോദിച്ചു. വേണോന്ന് പറഞ്ഞു. അങ്ങനെ അവരെനിക്ക് വെള്ളം വായിലോട്ട് ഒഴിച്ചു തന്നു. അങ്ങനെ കിടന്നു. രാവിലെ ആയപ്പോഴത്തേക്കും ഫ്രണ്ട്സ് കാണാൻ വന്നപ്പോഴാണ് കാര്യങ്ങൾക്ക് ഒരു വിധത്തിലൊക്കെ അറിയുന്നത്. ഇങ്ങനെയൊക്കെ എന്തോ നടന്നിട്ടുണ്ട്, ഇങ്ങനെ ഇതറിഞ്ഞു. പിന്നെ വീട്ടിലൊക്കെയും വിളിച്ചു. വീട്ടിൽ ആ സമയം തന്നെ ഒരു മരണ വീടിനേക്കാളും ഒരു വലിയ ഒരു ദുഃഖാവസ്ഥയായിരുന്നു. കാരണം എന്നെ ഒറ്റയ്ക്ക് ഒരിടത്തും അവരാരും വിട്ടിട്ടില്ല. ഈവൻ ബന്ധുക്കളെ വീടുകളിൽ പോലും അങ്ങനെ പപ്പ അങ്ങനെ അധികം വിടാറില്ല. എപ്പോഴും അച്ഛൻ്റെ അമ്മയുടെയും കൂടെ തന്നെയാണ് നിന്നത്. അതുകൊണ്ട് അവർക്കും നല്ലൊരു പേടിയായിരുന്നു. ഒട്ടും ധൈര്യമില്ലാത്ത ആളാണ് ഞാൻ. പെട്ടെന്ന് പേടിയും പതറിപ്പോണ ഒരു ആളാണ്. പ്രത്യേകിച്ച് മോളെ ഈ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വിദേശത്ത് രാജ്യങ്ങളിൽ പഠിക്കുന്നവരൊക്കെ എത്ര ധൈര്യശാലികളാണെങ്കിലും പെട്ടെന്നൊരു അസുഖമൊക്കെ വന്നാൽ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യും അല്ലേ? ഭാഷ അറിയാത്ത ദേശം, കൂട്ടുകാരല്ലാതെ കൂടെ പഠിക്കുന്നവരല്ലാതെ ആരും കൂടില്ല. വലിയൊരു അല്ലേ, നമുക്ക് ഒത്തിരി ചലഞ്ചിങ് ആണ്. പ്രത്യേകിച്ച് മോള് പറഞ്ഞു മോള് വളരെയധികം ഒരു നോസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു സെൻസിറ്റീവായിട്ടുള്ള വീട്ടുകാരുമായിട്ടൊക്കെ ഒത്തിരി ബന്ധപ്പെട്ട് നിന്നൊരു കുഞ്ഞാണ്. വല്ലാത്തൊരു സമയമായിരുന്നത് അല്ലേ? ആ സമയങ്ങളിലൊക്കെ പപ്പ എന്നെ വിളിക്കുമായിരുന്നു പ്രയർ റിക്വസ്റ്റ് പറയാനൊക്കെ. പാസ്റ്റർ എൻ്റെ മോൾ ഇങ്ങനെ ഇന്നടുത്ത് പഠിക്കുക, പെട്ടെന്ന് അവിടെ കിഡ്നിക്ക് പ്രോബ്ലം ആയെന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിക്കുമായിരുന്നു. എപ്പോഴും വിളിക്കുമായിരുന്നു പപ്പ ആ സമയത്ത്. പപ്പ എന്റെ കാര്യം എന്ന് പറയുമ്പോ പപ്പ ഭയങ്കര സെൻസിറ്റീവ് ആവും. ബാക്കി എല്ലാ കാര്യത്തിലും പപ്പ പിടിച്ചിരിക്കുമെങ്കിലും എന്റെ കാര്യം വരുമ്പോ പപ്പ ഒത്തിരി ഡൗൺ ആവുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് ഒത്തിരി ആ സമയം ഇങ്ങനെ വേദനിച്ചു. പിന്നെ ഫ്രണ്ട്സ് അറിയാന്നുള്ള ഫ്രണ്ട്സ് അവരറിയാന്നുള്ള പാസ്റ്റേഴ്സിനെ ചർച്ചകളിൽ വിളിച്ചു പറഞ്ഞു. പപ്പ ഒത്തിരി പേരെ വിളിച്ചു. അങ്ങനെ എല്ലാവരുടെയും പ്രാർത്ഥന കാരണം അന്ന് അവിടെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റി. മനസ്സിൽ ഒത്തിരി വിഷമം ദുഃഖമൊക്കെ വന്നെങ്കിലും എവിടെ നിന്നില്ലാതെ ഒരു സമാധാനം ആ സമയത്ത് എനിക്ക് തന്നു. എനിക്ക് പിടിച്ചു നിൽക്കണം എന്നുള്ളൊരു ധൈര്യം എന്റെ മനസ്സിൽ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ 1 മാസത്തോളം അവിടെ സർജറി കഴിഞ്ഞ് കിടന്നു. പക്ഷെ എന്റെ അസുഖം എന്താണെന്ന് അവർക്ക് ആർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. കാരണം ശരീരം മൊത്തം നീര് വരുന്നുണ്ട്. ഈ ഫ്ലൂയിഡ് മാറ്റിയിട്ട് നീര് മാറുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം ഒരിക്കൽ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് അക്യൂട്ട് നെഫ്രൈറ്റിസ് ആണ്, വേറെ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ചെറുതായിട്ട് പ്രോട്ടീൻ ലീക്ക് വരും, ചെറിയതായത് ഒരു ഉപ്പിന്റെ അസുഖം പോലെ എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു. അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്തു. പക്ഷെ അതിലും വലിയ മാറ്റമൊന്നും കണ്ടില്ല. അത് കഴിഞ്ഞ് അവർ പറഞ്ഞു ഗ്ലോമറുലർ നെഫ്രൈറ്റിസ് ആണെന്ന് പറഞ്ഞു.
എന്നാൽ അതിനും വേണ്ടി ട്രീറ്റ് ചെയ്തു, അതും ഒരു ഇത് കഴിഞ്ഞില്ല. പിന്നെ എന്നോട് വന്നു ഒരു ബയോപ്സി ചെയ്ത് നോക്കാം, ചെയ്തിട്ട് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാന്ന് പറഞ്ഞു. എനിക്ക് ബയോപ്സി ചെയ്തു. ബയോപ്സി ചെയ്ത് റിസൾട്ട് വന്നപ്പോഴത്തേക്കും പറഞ്ഞു എനിക്കൊരു SLA ആണ്, അത് ലുപ്പൂസ് എന്നുള്ള ഒരു വൈറസ് കാരണം നമുക്ക് ഉണ്ടാകുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്ക് ഞങ്ങൾ മെഡിസിൻ പഠിക്കാൻ പോകുന്നെങ്കിലും ഞങ്ങൾക്ക് ഇങ്ങനെ ഇത്രയും ഇങ്ങനെ റെയർ ആയിട്ടുള്ള അസുഖങ്ങളെ പറ്റിയൊന്നും അറിയത്തില്ല. അന്ന് ഡോക്ടർ പറഞ്ഞു ഇത് തികച്ചും വളരെ റെയർ ആയിട്ടുള്ള ഒരു അസുഖം തന്നെയാണ്, നമ്മുടെ ഓരോ ഓർഗൻസിനെയും ഈ വൈറസ് കാർന്ന് നശിപ്പിക്കും, അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പൊ ഇവിടെ ട്രീറ്റ്മെന്റിന് പകരം വേറൊരു ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്, ഇനി ട്രീറ്റ്മെന്റ് അവിടെ ആയിരിക്കും എന്ന് പറഞ്ഞു. എന്നെ അങ്ങനെ അവിടെ നിന്ന് വേറൊരു ഹോസ്പിറ്റലിലോട്ട് മാറ്റി. അങ്ങനെ ഏകദേശം ഒരു 2-3 മാസം വരെ ഞാൻ ആ ഹോസ്പിറ്റലിൽ ഒറ്റയ്ക്കായിരുന്നു. അന്നേരം എല്ലാം കൂടെ ഉണ്ടായിരുന്ന എന്റെ ഫ്രണ്ട്സും സീനിയേഴ്സും എല്ലാവരെയാണ്. എനിക്ക് അങ്ങനെ ആരെയും മറക്കാൻ പറ്റില്ല, കാരണം എന്റെ കൂടെ അൻസ എന്റെ റൂംമേറ്റും ആയിരുന്നു. ഒത്തിരി കഷ്ടപ്പെട്ടു, കാരണം അച്ഛനും അമ്മയും ഇല്ലാത്തപ്പോ നമുക്ക് അച്ഛനും അമ്മയും കൂടെ ഉണ്ടെങ്കിൽ ഇഷ്ടമുള്ള ആഹാരങ്ങൾ വെച്ച് തരാനും അല്ലെങ്കിൽ ഞങ്ങളെ വസ്ത്രങ്ങൾ അലക്കി തരാനും ഒക്കെ അവരുണ്ടാവും. പക്ഷെ ആ സമയം ആരുമില്ലായിരുന്നു. പക്ഷെ ഇവള് എന്റെ കൂടെ ഉണ്ടായിരുന്നു. കാരണം ഒരു കുഞ്ഞിനെ എങ്ങനെ നോക്കോ അതുപോലെ തന്നെ എന്നെ നന്നായിട്ട് നോക്കി. ക്ലാസ് ഉണ്ടെങ്കിലും ക്ലാസ്സിന് പോയിട്ട് വന്നിട്ട് എനിക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങളായാലും വസ്ത്രങ്ങൾ അലക്കുക, എല്ലാ കാര്യവും എനിക്ക് ചെയ്തു തരുമായിരുന്നു. അങ്ങനെ ഒത്തിരി സഹായം അവളുടെ ഫാമിലിയിൽ നിന്ന് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങള് ഹോസ്പിറ്റലിൽ 3 മാസം കഴിഞ്ഞു, ഡിസ്ചാർജ് ചെയ്തു. ഇങ്ങനെ റൂമിൽ വന്നു. അന്നേരം കിഡ്നിയുടെ ക്രിയാറ്റിനൊന്നും ഇങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, പോയിന്റ് ലെവൽ ആയിരുന്നു. ആകെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് യൂറിനിലൂടെ പ്രോട്ടീൻ വളരെയധികം പോകും, പിന്നെ മുഖത്തൊരു ബട്ടർഫ്ലൈ റാഷ് വീണിട്ടുണ്ടായിരുന്നു, അത് തന്നെയായിരുന്നു കൂടുതലും പ്രോബ്ലം. തുടർന്ന് ട്രീറ്റ്മെന്റ് എടുക്കണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. അങ്ങനെ പക്ഷെ ഞങ്ങളെ കോളേജിൽ അറിയിച്ചപ്പോഴേക്കും കോളേജിൽ നിന്ന് പറഞ്ഞു ഇത്ര അസുഖം ഉള്ളതല്ലേ, എന്തായാലും നാട്ടിൽ കടന്നു പോയി ട്രീറ്റ്മെന്റ് എടുത്തിട്ട് വന്ന് കണ്ടിന്യൂ ചെയ്ത് പഠിക്കുന്നതായിരിക്കും നല്ലതെന്ന് ഞങ്ങളെ റെക്ടറൊക്കെ കാണാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു. എന്നപ്പോഴത്തേക്ക് എനിക്ക് വളരെയധികം വിഷമം തോന്നി, കാരണം ആഗ്രഹിച്ച് പഠിക്കാൻ വന്നത് പെട്ടെന്ന് ഇങ്ങനെ ഒരു അസുഖം വന്നു, കണ്ടിന്യൂ ചെയ്ത് പഠിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പൊ പപ്പയെ വിളിച്ചപ്പോ പറഞ്ഞു ശരി തിരിച്ച് വീട്ടിലോട്ട് വാ, സാറിനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്, കോളേജിൽ അറിയിക്കും, വീട്ടിൽ വരാൻ പറഞ്ഞു. അപ്പൊ എനിക്കറിയാം വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇനി ഒരിക്കലും അവരെന്നെ തിരിച്ച് പഠിക്കാൻ ഇങ്ങോട്ട് അയക്കത്തില്ല, ഇത് കണ്ടിന്യൂ ചെയ്യാനും പറ്റത്തില്ല എന്ന് എനിക്കറിയാം. എങ്കിലും കോളേജിൽ നിന്നും കൂടെ പറഞ്ഞാണല്ലോ, കോളേജിൽ നിന്ന് അവർ പറഞ്ഞു എങ്ങനെയെങ്കിലും ഫസ്റ്റ് സെമസ്റ്റർ, ആ സമയം ഞാൻ ഹോസ്പിറ്റൽ സമയം തന്നെ ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവര് പറഞ്ഞു ഇത് ക്ലിയർ ആക്കിയിട്ട് അടുത്ത് വന്ന് നമുക്ക് ഒന്നേന്ന് ജോയിൻ ചെയ്യാം, എല്ലാ സപ്പോർട്ടും കോളേജിൽ തരാന്ന് പറഞ്ഞു. മനസ്സോടെ ഞാനും ഓക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഹോസ്റ്റലിൽ വന്നതിന് ശേഷം അടുത്ത ദിവസം സീനിയറുമായിട്ട് കോളേജിൽ കടന്നുപോയി, ഓഫീസിൽ കടന്നുപോയി സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഡീനും പറഞ്ഞു എല്ലാ കാര്യവും ചെയ്തു തരാന്ന് പറഞ്ഞു. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് വൈസ് ഡീൻ അവിടെ ഉണ്ടായിരുന്നു. വൈസ് ഡീൻ അത് എന്നോട് ചോദിച്ച് ബ്ലസ്സി കടന്നുപോയാൽ തിരിച്ചു വരൂ, അല്ല ഞങ്ങൾ ഇവിടെ പഠിക്കാൻ കണ്ടിന്യൂ ചെയ്യാൻ ഒരു ഓപ്ഷൻ തന്നാ ഇവിടെ കണ്ടിന്യൂ ചെയ്യൂ, ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സെറ്റ് ആക്കാം എന്നിങ്ങനെ ഡീൻ പെട്ടെന്ന് എന്നോട് ഇങ്ങനെ ചോദിച്ചു. എന്തോ അഹശ്വേരോഷ് രാജാവിന്റെ മുന്നിൽ എസ്തർ റാണിക്ക് ഒരു കൃപ ലഭിച്ച ദയ ലഭിച്ചതുപോലെ എന്ന് വേണം. എനിക്ക് ആ സമയം പെട്ടെന്ന് ആ സാർ എന്നോട് ഇങ്ങനെ അങ്ങനെ ചോദിച്ചതും ഞാൻ ഓക്കെ എന്ന് സമ്മതിച്ചു. പക്ഷേ ഫസ്റ്റ് സെമസ്റ്റർ ക്ലിയർ ആയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്നേന്ന് ഫസ്റ്റ് ഇയർ തൊട്ട് ജോയിൻ ചെയ്യേണ്ടി വരും, അങ്ങനെ ഒരു ഇത് വരും. കാരണം അറ്റൻഡൻസ് ഒത്തിരി കട്ടായി, ക്ലാസ് ടെസ്റ്റുകൾ മുടങ്ങി. ആണ് അപ്പോ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിടാ. പക്ഷെ സാറ് പറഞ്ഞു ഞാൻ എല്ലാം ക്ലിയർ ആക്കി തരാം, നീ പഠിക്കുവാണെങ്കിൽ പഠിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് ഇവിടെ നിന്നോ എന്ന് പറഞ്ഞു. ഞാനും ഓക്കെ പറഞ്ഞു. പിന്നെ പെട്ടെന്ന് സാറ് സീനിയറിനോട് പറഞ്ഞു 3 സബ്ജക്ട്, അതായത് റഷ്യൻ ലാംഗ്വേജ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കണമായിരുന്നു, റഷ്യൻ ലാംഗ്വേജും ബയോളജി ഫിസിക്സും 3 ടീച്ചേഴ്സിനെ കണ്ട് ഒന്ന് സംസാരിക്കാൻ പറഞ്ഞു. ഞങ്ങൾ ഉടനെ തന്നെ അവിടെ നിന്ന് ബയോളജി മാമിനെ കാണാൻ പോയി. മാം കണ്ടുടനെ മാമിന്റെ കാര്യങ്ങളൊക്കെ എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മാം സന്തോഷത്തോടെ പറഞ്ഞു ഇല്ല ഞാൻ ഫസ്റ്റ് സെമസ്റ്റർ തന്നെ പാസ്സാക്കാം, നീ കണ്ടിന്യൂസ് ഇത് പഠിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ബയോളജി മാം എനിക്ക് പാസ്സാക്ക പേപ്പർ ഒപ്പിട്ട് തന്നു. അതുപോലെ തന്നെ ഫിസിക്സ് മാമിന്റെ അടുത്ത് പോയി. ഫിസിക്സ് മാം പറഞ്ഞു ഒരു ടെസ്റ്റ് ഉണ്ട്, ആ ഒരു ടെസ്റ്റ് നീ എഴുതിയാൽ മതി, ബാക്കിയെല്ലാം ഞാൻ ക്ലിയർ ആക്കി തരാം എന്ന് പറഞ്ഞു. മാമും അവിടെ എന്നെ സഹായിച്ച്, ദൈവം അവരുടെയൊക്കെ മനസ്സിൽ ദയ തോന്നിച്ച് എനിക്ക് അവിടെ പാസ്സാവാൻ കഴിഞ്ഞു. റഷ്യ മാം അന്ന് ലീവായിരുന്നു, എങ്കിലും കോളേജിൽ നിന്ന് വിളിച്ച് ചോദിച്ചത് പ്രകാരം അവരും എനിക്ക് ഒപ്പിട്ടൊക്കെ തന്നു. അങ്ങനെ ഞാൻ ഫസ്റ്റ് സെമസ്റ്റർ പരീക്ഷ എഴുതാതെ എന്ന് വേണം, ഞാൻ അവിടെ പാസ്സായി. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അടുത്ത സെക്കൻഡ് സെമസ്റ്ററിലോട്ട് പ്രവേശിച്ചു. അങ്ങനെ സന്തോഷത്തോടെ ഇടയ്ക്കിടയ്ക്ക് ശാരീരിക പ്രശ്നങ്ങൾ പ്രതികൂലങ്ങളൊക്കെ കടന്നു വരുമെങ്കിലും എല്ലാത്തിലും പിടിച്ചു നിൽക്കാൻ ദൈവം എനിക്ക് എവിടെ നിന്നല്ലാതെ ഒരു ശക്തി എനിക്ക് തന്നു. കാരണം ഒട്ടും ധൈര്യമില്ലാത്ത ആളാണ് ഞാൻ. എന്റെ പ്രാർത്ഥന വിഷയത്തിൽ എപ്പോഴും എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് ദൈവം എനിക്ക് ധൈര്യം തരണമെന്നുള്ള ഒരു സംഭവം. കാരണം ആളുകളെ ഫേസ് ചെയ്യാനായാണെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിനാണെങ്കിലും എനിക്ക് ഭയങ്കര ഒരു ധൈര്യക്കുറവുള്ള ഒരു വ്യക്തിയാണ്.
അത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അങ്ങനെ എല്ലാം ക്ലിയർ ആയി പോവാൻ ദൈവം അവിടെ സഹായിച്ചു. ഇടയ്ക്ക് ചിക്കൻ ബോക്സ് വന്നു, എല്ലാം, പക്ഷെ ഒരു കുഴപ്പമില്ലാതെ ഞാൻ അവിടെ പിടിച്ചു നിന്നു. ഞാൻ നാട്ടിൽ കടന്നു വന്നപ്പോഴത്തേക്കും ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ എന്നെ കൊണ്ടുപോയി, നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റിൽ. ഇവിടെ കടന്നു വന്നപ്പോഴത്തേക്ക് എന്റെ ശരീരത്തെ പ്ലാസ്മയുടെ അളവ് കുറവായിരുന്നു. അങ്ങനെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയി പ്ലാസ്മ അടച്ചു. പിന്നെ ഇവിടെ നിന്ന് ട്രീറ്റ്മെന്റ് ആയിട്ട് മെഡിസിനായിട്ടാണ് ഞാൻ ഓരോ വർഷവും വീട്ടിൽ നിന്ന് അവിടെ കോളേജിൽ കടന്നു പോകുന്നത്. ഒരു വർഷത്തേക്കുള്ള മെഡിസിനുമായിട്ട് കടന്നു പോകും. അങ്ങനെ മെഡിസിനും ഡയറ്റും പ്രാർത്ഥനയും എല്ലാം കൂടെ ആയിട്ട് അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ദൈവം സഹായിച്ച 6 വർഷം എനിക്ക് അവിടെ ഒരു പ്രയാസം ഇല്ലാതെ പൂർത്തീകരിക്കാൻ സഹായിച്ചു. 2022 ജൂണില് ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞു. മടങ്ങി നാട്ടിൽ വന്നു. നാട്ടിൽ വന്ന് ഇങ്ങനെ ഇവിടെ വന്നപ്പോ പപ്പ പറഞ്ഞു, ഇപ്പൊ ക്രിയാറ്റിൻ, ആ സമയം ക്രിയാറ്റിൻ കുറച്ച് കൂടുതലാണെങ്കിൽ പോലും എനിക്ക് അങ്ങനെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നു. ശരിക്കും മെലിഞ്ഞു, അനീമിയ പോലെ വന്നിട്ട് ബ്ലഡിന്റെ ഇതൊക്കെ കുറഞ്ഞിട്ട് മുഖത്തിൽ കുറെ പാടുകളും അങ്ങനെയൊക്കെ വീഴുന്നിട്ടുണ്ടായിരുന്നു. പപ്പ പറഞ്ഞു എന്തായാലും തൽക്കാലം ഇപ്പോ അതായത് ഇവിടെ ലൈസൻസ് വേണമെങ്കിൽ നമ്മൾ FMG ക്ലിയർ ആക്കണം, എക്സാം ക്ലിയർ ആവണം, അതിനോട്ട് പോകണ്ട, തൽക്കാലം ഹെൽത്തിന്റെ കാര്യം എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ എക്സാം എഴുതാൻ നിൽക്കാതെ അങ്ങനെ നിന്നു. അങ്ങനെ ഇവിടെ നിന്നിട്ട് എന്നെ നേച്ചുറോപ്പതി കോഴ്സ്, അതായത് നേച്ചുറോപ്പതിയുടെ ട്രീറ്റ്മെന്റിനായിട്ട് ഒരിടത്ത് എന്നെ കൊണ്ടാക്കി. അവിടെ 3 മാസം ഞാൻ അവിടെ തങ്ങി നിന്ന് ട്രീറ്റ്മെന്റ് ആയിരുന്നു. അങ്ങനെ മെഡിസിൻ ഇല്ലാതെ ജസ്റ്റ് ഡയറ്റ് മാത്രമായിട്ട് ഉള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് അത്. അവിടെ നിന്ന് 3 മാസം അവിടെ നിന്നപ്പോഴത്തേക്ക് ഏകദേശം ക്രിയാറ്റിൻ 2 പോയിന്റിലോട്ടൊക്കെ താഴ്ന്നു വന്നു. 8, 9 എന്നുള്ള ആ ഒരു റേഞ്ചിൽ നിന്ന് 2 പോയിന്റിലോട്ട് താഴ്ന്നു വന്നു. അവിടെ നിന്ന് തന്നെ അടുത്ത് പറഞ്ഞു, ആലപ്പുഴ ഒരു ഇതുപോലെ നേച്ചുറോപ്പതി കോഴ്സ് ഉണ്ട്, ഹോസ്പിറ്റലുണ്ട്, അവിടോട്ട് കടന്നുപോയി കുറച്ചുകൂടെ അവിടെ അലോപ്പതി, ഹോമിയോ, അക്യുപഞ്ചർ എല്ലാം കൂടെ മിക്സഡ് ആണ്. പിന്നെ ബ്ലസ്സി ഇത് MBBS കൂടെ പഠിച്ചത് കൊണ്ട് അവിടെ ഇരുന്ന് പ്രാക്ടീസും കൂടെ ചെയ്യാമെന്ന് ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞത് കാരണം ഞങ്ങൾ അങ്ങോട്ട് പോയി. അവിടെ ഒരു മുസ്ലിം ഒരു ഡോക്ടറിന്റെ ഒരു ക്ലിനിക് ആയിരുന്നു. എന്നാൽ അവിടെ കടന്നു പോയി ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു. അങ്ങനെ എന്തോ പറയാ, എനിക്ക് പോകുന്നിടത്തെല്ലാം എന്തോ ഒരു പ്രത്യേക ഒരു പരിഗണന എപ്പോഴും കിട്ടാറുണ്ട്. എന്തെന്നില്ലാതെ എനിക്കറിയത്തില്ല അത് എന്താണ് എന്നറിയില്ല. എവിടെ പോയാലും ബ്ലസ്സി എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ ആയിട്ട് എപ്പോഴും നിൽക്കാൻ എന്നെ ദൈവം സഹായിച്ചിട്ടുണ്ട്. ജാതികളുടെ മധ്യത്തിലായാലും എവിടെ ആയാലും ഒരു സ്പെഷ്യാലിറ്റി എപ്പോഴും എനിക്ക് അവിടെ കിട്ടാറുണ്ട്. അങ്ങനെ ആലപ്പുഴ കടന്നു പോയപ്പോഴാണേലും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ്, അമ്മ കുറച്ചുനാൾ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അമ്മ വീട്ടിലോട്ട് പോയി. അവിടെ എനിക്ക് നല്ലൊരു സ്പെഷ്യൽ കെയറും കാര്യങ്ങളൊക്കെ എനിക്ക് അവിടെയും കിട്ടി. അങ്ങനെ അവിടെ നിന്നതിന് ശേഷം ഞാൻ തിരിച്ച് FMGയുടെ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും തിരിച്ച് നാട്ടിൽ വന്നു. നാട്ടിൽ വന്ന് ഇതിന് ജോയിൻ ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയും പെട്ടെന്ന്, അതായത് ഈ SLE എന്നുള്ള ഒരു അസുഖം നമുക്ക് എപ്പോഴും ശരീരത്തിൽ ആക്റ്റീവ് ആയിരിക്കത്തില്ല. അത് ഏതെങ്കിലും ഒരു സമയം ആ ഒരു വൈറസ് ആക്റ്റീവ് ആകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ട്രിഗർ ആവും ബോഡി കൊണ്ട്. അങ്ങനെ എന്തോ ഒരു കാരണം, പിന്നെ എനിക്ക് HBയും ഒത്തിരി കുറവായിരുന്നു. അങ്ങനെ ഇരിക്കട്ടെ, ഈ അസുഖം ട്രിഗർ ആയിട്ടാണ് എന്താണെന്നുള്ളത് പെട്ടെന്ന് ക്രിയാറ്റിനൊക്കെ കൊണ്ടുവന്ന് കൂടി, HB ഒക്കെ ഒത്തിരി ലോ ആയി, ഭയങ്കര പ്രശ്നമായി. വീട്ടിൽ വന്ന് തിരിച്ച് ആലപ്പുഴയിൽ നിന്ന് അവിടെ വിളിച്ച് പറഞ്ഞു, ബ്ലസ്സി അവിടെ തിരിച്ച് അങ്ങോട്ട് തന്നെ വരട്ടെ, ട്രീറ്റ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞ് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി അടുത്ത ദിവസം തന്നെ എനിക്ക് പെട്ടെന്ന് ഫിക്സ് വന്നു. ഫിക്സ് വന്ന് എനിക്ക് ഒട്ടും ഓർമ്മയില്ല. കാരണം രാവിലെ ഞാൻ എല്ലാവരോടൊപ്പം കളിച്ചിട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പൊ അവരെന്നോട്, എനിക്ക് ഉറങ്ങണമെന്ന് തോന്നി. ഞാന് അവരോട് പറഞ്ഞു ഞാനൊന്ന് കിടന്നിട്ട് വരാം. പക്ഷെ അവരാരും എന്നെ സമ്മതിച്ചില്ല. ഇല്ല ബ്ലസ്സി ഇപ്പൊ കിടക്കാൻ പോണ്ട, ഇവിടെ ഇരിക്കുക, എല്ലാവരോടൊപ്പം ഇവിടെ ഇരിക്കുന്നു പറഞ്ഞു. പക്ഷെ എനിക്ക് അതിശക്തമായ ക്ഷീണം പോലെ എന്തോ വന്നിട്ടാണ് ഞാൻ പറഞ്ഞു ഞാൻ ഹാളിൽ ഇരിക്കാന്ന് പറഞ്ഞു. ഹാളിൽ ചെന്ന് ഒരു സോഫയിൽ അങ്ങ് കിടന്നത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എന്തെന്ന് ഒന്നും അറിയില്ല. ഞാൻ അടുത്ത് കണ്ണ് തുറക്കുമ്പോൾ ഒരു ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റലിൽ ട്രിപ്പിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, ബ്ലസ്സിയുടെ ഇത് ക്രിയാറ്റിനൊക്കെ ഒത്തിരി കൂടുതലാണ്, HB ലോ ആയിട്ടുണ്ട്, എത്രയും വേഗം ബ്ലഡ് അടയ്ക്കണം, അതിന് അല്ലെങ്കിൽ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ അതിനുള്ള ഒരു ഇതില്ല, ചേർത്തലയിലോട്ടോ അത് അങ്ങനെ ഇങ്ങോട്ടെങ്കിലും മാറ്റണമെന്ന് പറഞ്ഞു. അപ്പം അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ, ഞാൻ ആലപ്പുഴ നിന്നിരുന്ന അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ശരി വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നു. ഹോസ്പിറ്റലിൽ തിരിച്ചു വന്നതിന് ശേഷം ബ്ലഡ് അടയ്ക്കാനായിട്ട്, അതായത് KVM ചേർത്തല KVM ഹോസ്പിറ്റലിൽ ചെല്ലാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന സമയത്ത് കാറിലോട്ട് തന്നെ കയറ്റി കുറച്ച് പിന്നെ എനിക്ക് ഫിക്സ് വന്നു, രണ്ടാമത് ഫിക്സ് വന്നു. പിന്നെ എന്റെ ഓർമ്മയൊക്കെ അങ്ങ് പോയായിരുന്നു. ഇവര് ചേർത്തല കൊണ്ടുപോയിട്ട് അവരെ എടുത്തില്ല എന്നെ. നേരെ എന്നെ തിരിച്ച് എറണാകുളം ലിസി ഹോസ്പിറ്റലിലോട്ട് പോകുന്ന വഴിയിൽ പപ്പയെ വിളിച്ച് പറഞ്ഞു. ഒട്ടും ആരും പ്രതീക്ഷിച്ചില്ല തിരിച്ച് ജീവനോടെ കിട്ടുമെന്ന് പോലും ഒരു പ്രതീക്ഷയില്ലാത്തൊരു ഇതായിരുന്നു. കാരണം ബോധം പോയി. ഇവിടെ എറണാകുളത്ത് കൊണ്ടുവന്നപ്പോഴത്തേക്കും എല്ലാരും പേടിച്ചു. കാരണം എന്റെ BP ഒക്കെ ഒത്തിരി ലോ ആയി, HB 4 താഴ്ന്നു,
രണ്ടോ മൂന്ന് ദിവസത്തെ വരെ ഒരു അബോധാവസ്ഥയിലായിരുന്നു. എല്ലാവരും എന്റെ ചുറ്റി തന്നെ നിൽക്കുകയായിരുന്നു. എന്നെ ഡോക്ടറിന് അമ്മ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഡോക്ടേഴ്സ് എല്ലാവരും പറഞ്ഞു, ആന്റി ഒത്തിരി ഞങ്ങളും പേടിച്ചു പോയി, ബ്ലസ്സിയെ തിരിച്ചിങ്ങനെ കാണുന്നു പോലും പ്രതീക്ഷിച്ചിരുന്നില്ല, ഞങ്ങൾ എല്ലാരെയും ഒത്തിരി പേടിപ്പിച്ച് കളഞ്ഞു എന്നിങ്ങനെ അവിടെ നിന്ന് ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞു. എനിക്ക് അവിടെ ആയിരുന്നപ്പോഴത്തേക്കും തന്നെ അവര് ഡയാലിസ് സ്റ്റാർട്ട് ചെയ്തു. ഡോക്ടർ ഒരു ഡോക്ടറിനെ നോക്കി ഡോക്ടർ പറഞ്ഞു, ബ്ലസ്സിയുടെ കണ്ടീഷൻ വളരെ മോശമാണ്, എത്രയും പെട്ടെന്ന് ഒരു ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നിങ്ങനെ പറഞ്ഞു. പക്ഷെ അത് ചെയ്യുവാണെങ്കിലും ഒത്തിരി സാമ്പത്തികത വേണം, വേറെ ഒരു ഇതുമില്ല. അങ്ങനെ കുറച്ചു ദിവസം അങ്ങനെ ICUലായിരുന്നിട്ട് എന്നെ റൂമിലോട്ട് മാറ്റി. കാരണം ഞാൻ അത്രയും അവസ്ഥ, അതായത് ശരിക്കും തളർന്ന ഒരു അവസ്ഥയിലായിരുന്നിട്ടും റൂമിൽ വന്നു എന്നെ ഡോക്ടർ കാണാൻ വന്നപ്പോ ഞാൻ ശരിക്കും തിരിച്ചു ഓക്കെ ആയ ഒരവസ്ഥ. എനിക്ക് നല്ലൊരു എനർജറ്റിക് ഫീലായിരുന്നു ഞാൻ റൂമിലിട്ട് വന്നപ്പോഴത്തേക്കും. എന്നെ കണ്ടപ്പോ ഡോക്ടർ എന്നെ പറഞ്ഞു, ബ്ലസ്സി എന്തോ ഒരു മിറക്കിളാണ്, ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല ബ്ലസ്സി ഇത്രയും ഓക്കെ ആയി വരുമെന്ന്. ആദ്യം വന്ന അവസ്ഥയിൽ നിന്ന് ഇപ്പൊ ശരിക്കും ബെറ്റർ ആയിട്ടുണ്ട്, ഞങ്ങൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല, കുറച്ച് ഞങ്ങൾ ചെയ്യുന്ന ഒരു ഡയാലിസിസ് മരുന്ന് മാത്രമാണ് ചെയ്തത്. പക്ഷെ ബ്ലസ്സി ഒത്തിരി ഇപ്പം മറ്റുള്ളവരെക്കാൾ ശരിക്കും ഓക്കെ ആയിരിക്കുകയാണ്, ഒരു മിറക്കിളാണെന്ന് സൂപ്രണ്ട് സാറ് അങ്ങനെ പറഞ്ഞു. അങ്ങനെ എല്ലാവർക്കും എന്റെ പ്രായവും ഇതൊക്കെ വെച്ചിട്ട് എല്ലാവരും നല്ലൊരു പരിഗണന എനിക്ക് തന്നു, കുഞ്ഞുകുട്ടി എന്നുള്ള ഒരു ലെവല്. അങ്ങനെ ഞാൻ അവിടെ ഹോസ്പിറ്റലായി. ഡയാലിസ് ആദ്യം ആഴ്ചയിൽ 2 അത് പിന്നെ പതിയെ അത് 3 പോയി. 3 പോയപ്പോഴത്തേക്കും ശരീരം വളരെയധികം ക്ഷീണിച്ചു, ആഹാരം കഴിക്കാൻ പറ്റില്ല, ശ്വാസം മുട്ട്, ഛർദില്, അങ്ങനെ തുടങ്ങി. ഒരു ദിവസം ഡയാലിസ് ചെയ്ത് റൂമിൽ വരും, അടുത്ത നിമിഷം തന്നെ തിരിച്ചു കാഷ്വാലിറ്റിയിലോട്ട് പോകും, വോമിറ്റിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ശ്വാസം മുട്ടായിട്ടോ അടുത്ത കാഷ്വാലിറ്റിയിൽ പോകും. വെള്ളം കുടിക്കാനുള്ള ഇത് പോയി, ദിവസം 300 ml വെള്ളമാക്കി അവര്. എന്നിട്ട് പോലും ശ്വാസം മുട്ട് കടന്നു വരുന്ന ഒരവസ്ഥ. ലാസ്റ്റ് ആയപ്പോഴത്തെ എനിക്ക് യൂറിൻ എന്ന് പറഞ്ഞൊരു സംഭവം പുറത്തോട്ട് പോകാനേ ഇല്ല, അത്രയ്ക്കും ഒത്തിരി കഷ്ടപ്പെട്ടു. പക്ഷെ ഈ സമയത്ത് മനസ്സൊക്കെ ഒത്തിരി പതറിയ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ദൈവത്തോട് ചില സമയം അറിയാതെ പിറുപിറുത്തു വരെ പോവും, ദൈവം എന്തിനു ഇങ്ങനെ ഒരു ശിക്ഷ നീ എന്റെ ജീവിതത്തിൽ തന്നു, ഞാൻ ഒന്നും നിനക്ക് വിരോധമായിട്ടൊന്നും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനിങ്ങനെ ഒരു ശിക്ഷ വന്നു, ആഗ്രഹിച്ച് പഠിക്കാൻ മാത്രം ഞാനത് നിന്നോട് ചോദിച്ചിട്ടാണ്. കാരണം ഒത്തിരി പേര് എന്നോട് പറഞ്ഞു, ദൈവഹിതമില്ലാതെയാണ് പോയത്, പഠിക്കാൻ പോയത്, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു അവസ്ഥ വന്നതെന്നൊക്കെ. പ്രാർത്ഥിക്കാൻ വരുന്നവരായ പോലും ചിലപ്പോൾ വേദനിപ്പിച്ചിട്ട് പോകുന്ന ഒരു അവസ്ഥ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ നിനക്ക് എന്തെങ്കിലും എൻ്റെ അടുത്ത് പറയാനുണ്ടെങ്കിൽ അത് നീ എന്നോട് നേരിട്ട് പറയുക. മറ്റുള്ളൊരു വഴി പറയുമ്പോൾ എനിക്കതൊരു വിശ്വാസക്കുറവ് പോലെ ഉണ്ട്, അതിനേക്കാളും ദൈവമേ നീ എന്നോട് നേരിട്ട് സംസാരിച്ച എനിക്ക് നന്നായിരിക്കും എന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു. ഇതിനു മുന്നേ തന്നെ ഈ അസുഖമായിരുന്ന സമയത്ത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പം ദൈവം എനിക്കൊരു വചനമാണ്, ഇരമ്യാവില് 29-11 വാക്യം, നിനക്ക് ശുഭഭാവി വരുവാൻ തക്കവണ്ണം നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്നറിഞ്ഞ് അത് തിന്മയ്ക്കല്ല നന്മയ്ക്കായിട്ട് അത്രേ എന്നുള്ള ഒരു വാക്യം ദൈവം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു, എന്ത് വന്നാലും ദൈവം എന്നെ കൈവിടില്ല. ഇതൊരു ശോധന, നമ്മളൊന്ന് നന്നായി പുറത്തു വരാൻ വേണ്ടിയുള്ള ഒരു ശോധന പോലെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു നല്ലൊരു ഭാവിക്ക് വേണ്ടി, നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കമായിരിക്കാം എന്നുള്ള ഒരു പ്രതീക്ഷ എന്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു പോകുന്നു. ആ ഒരു വാഗ്ദത്ത വചനം എനിക്ക് 3 പ്രാവശ്യം തുടരെ, എനിക്ക് 3 വർഷം തുടരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ദൈവത്തോടെ ഞാൻ പ്രാർത്ഥിക്കും. ഈ ഇത്രയും തളർന്ന ഒരു അവസ്ഥയിലും മനസ്സ് ഒത്തിരി ഇടറിയ സമയങ്ങളിലും എനിക്ക് ഒന്നിൽ ഏതെങ്കിലും ഒരു പാട്ടിലൂടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വചനത്തിലൂടെ, അല്ലെങ്കിൽ ഫോണിൽ എന്തെങ്കിലും നോക്കുമ്പോഴായിരിക്കും ഏതെങ്കിലും ഒരു വചനത്തിലൂടെ, ഒരു പ്രസംഗത്തിലൂടെ ദൈവം എന്നെ ശരിക്കും ആശ്വസിപ്പിച്ചു. ഒത്തിരി മനുഷ്യരിൽ നിന്ന് ഏറ്റവും മുറിവുകൾ ഉണ്ടെങ്കിൽ പോലും ദൈവം ഒത്തിരി ഹൃദയത്തിൽ ഒത്തിരി സമാധാനം എനിക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ തന്നെ അപ്പം അത് കാരണം പിന്നെ സങ്കടപ്പെടേണ്ടി വന്നില്ല. ഈവൻ സങ്കടപ്പെട്ട് ഒരു നിമിഷം ഇങ്ങനെ കടന്നു പോകുമ്പോൾ പോലും മനസ്സിൽ നിന്ന് ആരെങ്കിലും എന്നോട് പറയുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യും, എന്തിനാ ഇങ്ങനെ വിഷമിക്കണേ, എന്തേലും ഒന്ന് ചിന്തിച്ചിട്ട് ഒന്ന് കൂട്ടുവാനോ ഒന്ന് കുറയ്ക്കാനോ നമുക്ക് കഴിയില്ല. തലേന്ന് ഒരു മുടി പോലും പൊഴിയണമെങ്കിൽ ദൈവം വിചാരിക്കണം. അപ്പൊ വെറുതെ എന്തിനാണ് ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത് എന്നുള്ള ഒരു ഫീലിംഗ് എന്റെ മനസ്സിൽ തന്നെ ഇങ്ങനെ തരുമായിരുന്നു. അത് കാരണം അതിൽ ഉറച്ചു നിന്നു. ഇങ്ങനെ ഞാനും അമ്മയായിരുന്നു എറണാകുളത്ത്, അവിടെ ഒരു അപ്പാർട്ട്മെന്റിൽ താമസിച്ചുകൊണ്ടിരുന്നു. അവിടെയും ദൈവം സഹായിച്ചു എന്നതിന് ഉറപ്പാണ്. കാരണം മാനുഷികപരമായും ദൈവമക്കളിലൂടെയും അല്ലാതെയും ഒത്തിരി പേര്, കാരണം ഞങ്ങൾക്ക് അവിടെ ചർച്ചിൽ പോകാൻ കഴിയില്ലായിരുന്നു. അപ്പൊ ഞങ്ങളുടെ അപ്പാർട്ട്മെന്റ് ഓണർ എന്ന് പറഞ്ഞ ഒരു കത്തോലിക്ക സഭയിൽ പോണ ഒരാളാണ്. ആംഗ്ല പക്ഷെ നല്ല പ്രാർത്ഥനയിൽ വളരെയധികം ഞങ്ങളോട് വന്ന് പറയുമായിരുന്നു, മോള് പ്രാർത്ഥിച്ചാൽ മതി. അദ്ദേഹം ആംഗിളിന്റെ അനുഭവങ്ങളൊക്കെ ഞങ്ങളെ പറഞ്ഞ് ബലപ്പെടുത്തുമായിരുന്നു.
അങ്ങനെ ആ അങ്കിള് തന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, ഞങ്ങൾ പെന്തക്കോസ്താണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവിടെ അറിയാവുന്ന പാസ്റ്റേഴ്സിനെയൊക്കെ ഞങ്ങൾ അപ്പാർട്ട്മെന്റിൽ വിളിച്ചിട്ട് വരും. വിളിച്ചിട്ട് വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ ഞങ്ങൾ അവിടെ തൈക്കുടം എന്നൊരു സ്ഥലത്ത്, എന്നെ ആരോഗ്യം ഉണ്ടായിരുന്ന അത്രയും സമയം വരെയും ഞങ്ങൾ അവിടെ ഒരു ചർച്ചിൽ ഞായറാഴ്ച സൺഡേ പ്രെയർ അറ്റൻഡ് ചെയ്യുമായിരുന്നു. പിന്നെ ഡയാലിസിസ് 3 ആക്കിയപ്പോഴത്തേക്കും ശരീരം അധികം ക്ഷീണിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് പിന്നെ പോകാനും ഇങ്ങനെ എഴുന്നേറ്റിരിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണവും ഞാൻ പിന്നെ പോകാതെ, കാരണം ആദ്യം കഴുത്തിലാണ് എനിക്ക് ചെയ്തുകൊണ്ടിരുന്നത്, പിന്നെ അത് നേരെ ചെസ്റ്റിലോട്ട് മാറ്റിയപ്പോഴേ അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും കാരണം അങ്ങനെ ഭയങ്കര കഷ്ടമായിരുന്നു. പിന്നെ മുടിയൊക്കെ ഒത്തിരി കൊഴിഞ്ഞു പോയത് കാരണം മുടിയൊക്കെ എല്ലാം വെട്ടിക്കളയേണ്ടി വന്നു. അപ്പം കാണുന്നവരൊക്കെ ഹോസ്പിറ്റലാണെങ്കിൽ പോലും എന്നെ കാണുന്നവർ പെട്ടെന്ന് വിചാരിക്കുന്ന ഒരു ആൺകുട്ടി, ഒരു 10-14 വയസ്സായ ഒരു ആൺകുട്ടി എന്നുള്ള ലെവലാണ് എന്നെ കണ്ടിരുന്നത്. ആദ്യം എല്ലാവരും അങ്ങനെയാണ് പ്രതീക്ഷിച്ചിരുന്നത്, ഒരു ആൺകുട്ടി എന്നുള്ള ഇതാണ്. പക്ഷെ പിന്നത്തേലാണ് എല്ലാവരും അറിയുന്നത്, ഇല്ല എനിക്ക് 25 വയസ്സുണ്ടെന്നും ഒരു പെങ്കൊച്ചാണെന്നൊക്കെ പിന്നെയാണ് എല്ലാവരും അറിയുന്നത്. അങ്ങനെ എല്ലാവരും അവിടെ ഹോസ്പിറ്റലാണെങ്കിലും നഴ്സ്, ഡോക്ടേഴ്സ്, അവിടെയുള്ള ഫാദർ എല്ലാവരും വലിയ കാര്യമാണ്. അങ്ങനെ ട്രാൻസ്പ്ലാന്റിന് വേണ്ടി എല്ലാവരും അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഞങ്ങൾ അതിനു വേണ്ടി ശ്രമിച്ചു. അപ്പൊ എനിക്ക് ആദ്യം ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു പ്രസിഡന്റ്, പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എനിക്ക് കിഡ്നി തരാമെന്ന് പറഞ്ഞു വന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ കിഡ്നിക്ക് ചെറിയൊരു GFR റേറ്റിന്റെ ഇത് പ്രശ്നം കാരണം എനിക്കത് വെക്കാൻ പറ്റിയില്ല, പോയി. അങ്ങനെ ഞങ്ങൾ പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവം ഒരു സർജറി കൂടെ, കാരണം എനിക്ക് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് വളരെ പേടിയുള്ള ഒരു സംഭവമാണ്. നേരത്തെ തന്നെ വീട്ടിലൊക്കെ അയക്കുമ്പോൾ തന്നെ ഇഞ്ചക്ഷൻ, ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഒരു ഇഞ്ചക്ഷന് പോകുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് കരയും. ഈവൻ പനി നോക്കാൻ തെർമോമീറ്റർ കൊണ്ടുവരുമ്പോൾ പോലും അത് ഇഞ്ചക്ഷൻ ആണെന്നുള്ള ഒരു പേടി കാരണം ഞാൻ ഒത്തിരി ഹോസ്പിറ്റലിൽ കരയൊക്കെ ചെയ്തിട്ടുണ്ട്. റഷ്യയിൽ വെച്ച് അതിന് പകരം 7 ഇരട്ടിയായിട്ട് കരഞ്ഞു. കാരണം ഇഞ്ചക്ഷൻ, എനിക്ക് ഞരമ്പ് കിട്ടത്തില്ല, വളരെ തിന്നായ ഞരമ്പ് കാരണം ഈ ശരീരം മൊത്തം ഇങ്ങനെ ഇഞ്ചക്ഷനും ട്രിപ്പും കയറ്റുമ്പോൾ കറുത്ത ബ്ലഡ് ക്ലോട്ടായി ബ്ലൂ കളർ ശരീരം മൊത്തം, കൈ മൊത്തം ഇങ്ങനെ കൊടുക്കുക. കയ്യിൽ കിട്ടാണ്ട് വന്നപ്പോൾ അവര് കാല് വഴി കയറ്റാൻ തുടങ്ങി. എനിക്ക് വേദന കാരണം ഞാൻ ചില സമയം ചാടി എഴുന്നേറ്റ് കാലൊക്കെ മടക്കി പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും. ഡോക്ടേഴ്സ് ഒക്കെ വളരെ നിർബന്ധിച്ചിട്ടാണ് എനിക്ക് ആ സമയം ഇഞ്ചക്ഷൻ എടുക്കുന്നത്. അപ്പൊ ഇനി ഒരു സർജറി എന്ന് പറയുമ്പം അതിനേക്കാളും വേദന ആയിരിക്കുമല്ലോ എന്നുള്ള ഒരു ഇത് കാരണം എനിക്ക് അത് വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ സർജറി കൂടാതെ തന്നെ എനിക്കൊരു സുഖം വേണമെന്നുള്ള ഇങ്ങനെ പ്രാർത്ഥിച്ചോളൂ. പക്ഷെ ആ സമയം 2 പേര് പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു, കിഡ്നി മാറ്റിവെക്കാൻ ഒരാൾ തരും അടുത്ത്, അത് കറക്റ്റ് ആയിട്ട് നടക്കും എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. പിന്നെ ദൈവഹിതം പോലെ നടക്കട്ടെ എന്നുള്ള ലെവലിൽ ഞാൻ അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അങ്ങനെ പെട്ടെന്ന് 2 പേര് മാറിപ്പോയതിനു ശേഷം 3ാമത് ഒരാൾ വന്നു. കിഡ്നി കൊല്ലത്തുനിന്നായിരുന്നു. അത് വന്ന് ടെസ്റ്റ് ചെയ്തു, എല്ലാം ഓക്കെ ആയി. ആ സമയത്തായിരുന്നു. അപ്പം സാമ്പത്തികമായി ഒത്തിരി ആവശ്യമുണ്ട്, ഞങ്ങൾക്ക് അങ്ങനെ വേറെ വരുമാനമൊന്നുമില്ല. ആ സമയത്താണ് ഞാൻ വന്ന് ഈ സാക്ഷ്യം പറയുന്നത്. അതിലൂടെ ഒത്തിരി പേര് എന്നെ സഹായിച്ചു, ഒത്തിരി പേര് പ്രാർത്ഥനയായാലും സാമ്പത്തികപരമായാലും അങ്ങനെ എല്ലാവരും സഹായിച്ചു. അങ്ങനെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടി ഒക്ടോബർ 28-ന് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഡേറ്റ് ഫിക്സ് ചെയ്തു. അപ്പം ഡേറ്റ് ഫിക്സ് ചെയ്യുന്ന ഒരാഴ്ച മുന്നേ നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം. അപ്പോൾ അത് മാത്രമല്ല, ഞങ്ങൾക്ക് ജലദോഷമോ പനിയോ അങ്ങനത്തെ ഇൻഫെക്ഷൻ കാര്യങ്ങളോ ഒന്നും വരാൻ പാടില്ല. എന്നാൽ മാത്രമേ അവർ കറക്റ്റ് ആ ഡേറ്റിൽ ചെയ്യത്തുള്ളൂ. അന്ന് വരെയും എന്റെ അമ്മയ്ക്ക് അങ്ങനെ വേറെ ശാരീരിക പ്രശ്നങ്ങളോ ഒരു കുഴപ്പമില്ല, കാരണം അമ്മയാണ് കൂടുതൽ കിടന്ന് എന്റെ ട്രീറ്റ്മെന്റിന്റെ അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ അതുവരെ അമ്മയ്ക്ക് അങ്ങനെ ശാരീരികമായ ഒരു അസ്വസ്ഥതകളോ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്നെ അഡ്മിറ്റ് ആക്കുന്ന ആ ഒരു ദിവസം അന്ന് കൊണ്ട് അഡ്മിറ്റ് ആക്കി അടുത്ത് തൊട്ട് അമ്മയ്ക്ക് CRP ഇൻഫെക്ഷൻ കൂടി, CRP റേറ്റ് ഭയങ്കരമായിട്ട് കൂടി, പനിയും ജലദോഷവും ഒക്കെ. അപ്പൊ കൂടെ ഇരിക്കാൻ അവര് ഡോക്ടേഴ്സ് അനുവദിക്കത്തില്ല, കാരണം എനിക്ക് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് പിന്നെ എന്റെ സർജറിയെ ബാധിക്കും. അതുകൊണ്ട് അമ്മയോട് കൂടെ ഇരിക്കരുതെന്ന് വിലക്കി. പക്ഷെ എനിക്ക് അമ്മ കൂടെ ഇല്ലെങ്കിൽ എനിക്കൊരു എംപ്റ്റി ഫീലിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ അമ്മ എനിക്ക് കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് അമ്മയെ കൂടെ കുറിച്ചു. പിന്നെ പകൽ സമയം എന്റെ അനിയൻ കൂടെ ഇരിക്കും, രാത്രി അമ്മ വരുമായിരുന്നു. രാവിലെ നഴ്സുമാർ ചെക്കിന് വരണ മുന്നേ തന്നെ അമ്മ തിരിച്ചു അപ്പാർട്ട്മെന്റിൽ പോകും. അങ്ങനെ മാറി മാറിയിരുന്നു. പക്ഷെ ദൈവഭാഗ്യം എന്ന് പറഞ്ഞ പോലെ എനിക്ക് ആ ഒരു സമയം ഇൻഫെക്ഷൻ എന്നെ ബാധിച്ചില്ല. അമ്മ കൂടെ ഉണ്ടായിരുന്നിട്ടും വേറൊരു കുഴപ്പമില്ല. 28-ാം തീയതി തന്നെ എനിക്ക് ഇത് ഹോസ്പിറ്റലിൽ സർജറിക്ക് വേണ്ടി കയറ്റി. അതുപോലെ ഞാനും വിചാരിച്ച, ദൈവമേ ആരെങ്കിലും ഒരാൾ എന്നെ പ്രാർത്ഥിച്ച് കയറ്റിയെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ബലമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. യാദൃശ്ചികമായിട്ട് അന്ന് എന്റെ റൂമിന്റെ ഫ്രണ്ടില് അവിടുത്തെ ന്യൂ ഇന്ത്യ ചർച്ചിലെ ഒരു പാസ്റ്റർ, എന്റെ അമ്മ അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. പാസ്റ്റർ എന്നെ കണ്ടു. പാസ്റ്റർ എന്നെ കണ്ടപ്പോൾ ഓടി വന്നു, അയ്യോ ഇത് ബ്ലസ്സി മോളല്ലേ, ഞാൻ ബ്ലസ്സി മോളുടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു ഓടി വന്നു. എനിക്ക് വേണ്ടി അന്ന് റൂമിൽ നിന്ന് പ്രാർത്ഥിച്ചു. പാസ്റ്ററിന്റെ ഒരു അസിസ്റ്റന്റ് പാസ്റ്ററും കൂടെ ഉണ്ടായിരുന്നു. 2 പേര് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കഴിഞ്ഞ് ഒരല്പം കഴിഞ്ഞപ്പോൾ സൗദിയിൽ നിന്ന് ഒരു പാസ്റ്റർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു.
യാദൃച്ഛികമായിരുന്നു എല്ലാം, പെട്ടെന്ന് എനിക്കപ്പോ കുറച്ചുകൂടെ ഒരു ബലം എനിക്ക് അന്നേരം കിട്ടി. പേടിയുണ്ടായിരുന്നെങ്കിലും പക്ഷെ ഇവരുടെ എല്ലാം പ്രാർത്ഥന എല്ലാം കൂടെ ഇപ്പൊ കുറച്ചുകൂടെ ബലം കിട്ടി. അങ്ങനെ ധൈര്യത്തോടെ തന്നെ സർജറിക്ക് വേണ്ടി കടന്നുപോയി. സർജറി ചെയ്തു. സർജറി കുറച്ച് ചെറിയ ചെറിയ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. കുറച്ച് സമയം കൂടുതലൊക്കെ എടുത്തു. എങ്കിൽ പോലും സർജറി കഴിഞ്ഞ് തിരിച്ച് ICUലോട്ട് തന്നെ മാറ്റി ഈ പെയിനും കാര്യങ്ങളൊക്കെ എനിക്ക് ഒത്തിരി സഹിക്കാൻ പാടുണ്ടെങ്കിലും ദൈവം എനിക്ക് എന്നെ അതിൽ നിന്നെല്ലാം പിടിച്ചേക്കാൻ സഹായിച്ചു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയ ഇൻഫെക്ഷൻ ഉണ്ടായി. ഇൻഫെക്ഷൻ, അതിശക്തമായ ചുമ വന്നപ്പോ ഈ ചുമയ്ക്കുമ്പോ ഈ ട്യൂബൊക്കെ ഇട്ടിരിക്കുന്ന കാരണം പെയിൻ എന്ന് പറഞ്ഞാൽ അസാധ്യ പെയിൻ ആയിരിക്കും എനിക്ക് ചുമയ്ക്കാൻ. അപ്പൊ ഞാൻ ചുമ എത്രത്തോളം പിടിച്ചു വെക്കാൻ നോക്കിയിട്ടും പറ്റണില്ല. അങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലൊക്കെ കിടന്നു. പക്ഷെ എല്ലാവരും എന്നെ അവിടെ നല്ലതായിട്ട് നോക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് ICUയിൽ 10 ദിവസം കഴിഞ്ഞ് തിരിച്ച് എന്നെ റൂമിലോട്ടാക്കി. എനിക്ക് മുന്നേയും എനിക്ക് ശേഷവും സർജറി ചെയ്തവരെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അവർക്ക് ആർക്കും സത്യം പറഞ്ഞാൽ ക്രിയാറ്റിൻ 1-ൽ താഴ്ന്ന് വന്നിട്ടില്ല. അതായത് നോർമൽ ഒരു റേഞ്ചിലോട്ട് 1.2 ആണ് നോർമൽ എന്ന് പറയുന്നത്. അതിൽ താഴ്ത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് മുന്നേ ചെയ്തവരെ ഞാനിങ്ങനെ ഇപ്പം നോർമലി ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഒരു അഭിപ്രായം, ഒരു റിവ്യൂസ് എടുക്കുമല്ലോ ഓരോരുത്തരോട്. അതുപോലെ ഞാനും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു ഇതുപോലെ 1.5 ആ ഒരു റേഞ്ചാണ് പറഞ്ഞപ്പോ എനിക്കും അയ്യോ ഇത്രയും നമ്മള് കഷ്ടപ്പെട്ട് ചെയ്തിട്ടും താഴോട്ട് വരത്തില്ലയോ എന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും പപ്പ പറഞ്ഞു ഇല്ല, നിനക്ക് താഴ്ന്നു വരും, ദൈവം തന്നെ സഹായിക്കുമെന്ന് ഇങ്ങനെ പറഞ്ഞ് ബലപ്പെടുത്തി. എനിക്ക് സർജറി ചെയ്ത് പക്ഷെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ പോയിന്റ് ലെവലിലോട്ട് താഴ്ന്നു വന്നിട്ടുണ്ട്. 0.7 താഴ്ന്നു വന്നു. ഡോക്ടേഴ്സ് ഒക്കെ ഭയങ്കര ബ്ലസ്, നീ ഭയങ്കര ഒരു സംഭവമാണെന്നൊക്കെ പറഞ്ഞ് എന്നെ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യും, എന്നെ ഭയങ്കരമായിട്ട് ഇതൊക്കെ ചെയ്യുമായിരുന്നു. മാത്രമല്ല എന്റെ സൂപ്രണ്ട് സാറ് വന്നിട്ട് പറയുന്നു, ബ്ലസ്സി ഇനിയെല്ലാം കർത്താവിൽ അർപ്പിച്ചുകൊണ്ട് ഇനി മുന്നോട്ട് അങ്ങ് പോകുക, യാതൊന്നും തിരിഞ്ഞു നോക്കരുത്. അങ്ങനെയൊക്കെ ഡോക്ടറും എന്നെ ഭയങ്കരമായിട്ട് ബലപ്പെടുത്തി. അങ്ങനെ പറഞ്ഞ് അങ്ങനെ ഞാനും റൂമിലോട്ട് കടന്നു വന്ന് 1 മാസം അവിടെ ആയിരുന്നു. ഒരു കുഴപ്പമില്ലായിരുന്നു, നല്ല ബലപ്പെട്ടു. ശരീരമൊക്കെ നല്ല അത്യാവശ്യം ബെറ്റർ ആയ ശേഷം ഞങ്ങൾ റൂമിലോട്ട് കടന്നുപോയി. അവിടെ 3 മാസം ഞങ്ങൾ എറണാകുളത്ത് തന്നെ, കാരണം ആഴ്ചക്ക് ഞങ്ങൾ ഹോസ്പിറ്റൽ ചെക്കപ്പിന് പോകണം. അങ്ങനെ 3 മാസം അവിടെ നിന്നു. അത് കഴിഞ്ഞ് നേരെ ട്രിവാൻഡ്രത്തോട്ട് തിരിച്ച് മടങ്ങി വന്നു. ഇപ്പൊ ഏകദേശം 10 മാസം, അതായത് ഈ മാസം 28 ആകുമ്പോഴത്തേക്ക് 10 മാസം വരെ ആകുന്നു. ഒരു കുഴപ്പമില്ലാതെ. എല്ലാവരും പറഞ്ഞ് SLE ആണ്, SLE ആകുമ്പോഴത്തേക്കും ഒത്തിരി കോംപ്ലിക്കേഷൻ വരും, പിന്നെ സർജറി ചെയ്താലും നമുക്ക് എത്രത്തോളം പിടിച്ചു നിൽക്കാൻ പറ്റും എന്ന് ഉറപ്പില്ല, അങ്ങനെയൊക്കെ ഒരു കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും പ്രതീക്ഷയിലും അപ്പുറമായിട്ട് ദൈവം എന്നെ വഴി നടത്തി. ദൈവം എന്നെ എന്താ പറയാ, യേശാവിലെ ദൈവം പറഞ്ഞ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ശ്രമിച്ചു നോക്കണേ, ഞാൻ നിന്റെ ദൈവമാണ്, ഞാൻ നിന്നെ ശക്തീകരിക്കും, നീ വെള്ളത്തിൽ കൂടെ നടന്നാൽ നിന്റെ കൂടെ ഞാൻ വരാം. അങ്ങനെ ദൈവം എന്നെ അഗ്നിയിൽ കൂടെ വന്നാലും അത് വെന്തു പോകയില്ല എന്നൊക്കെ പറഞ്ഞ ദൈവത്തിന് ആ വാക്ക് എന്റെ കൂടെ ഉണ്ടായിരുന്നത് പോലെ എനിക്ക് എന്ത് വന്നാലും ഒരു പ്രശ്നമില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ സഹായിച്ചു. ഇതുവരെയും ദൈവം എന്നെ അത് ശക്തമായിട്ട് എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ക്രിയാറ്റിനൊന്നും ഒരു കുഴപ്പമില്ല, ഇപ്പൊ എല്ലാം നോർമലാണ്. പഴയ കിഡ്നിയിൽ നിന്നാവണം, കുറച്ച് പ്രോട്ടീനിലേക്ക് കാണുന്നുണ്ട്. അതുകൊണ്ട് ഡോക്ടേഴ്സിന് ഒരു ചെറിയൊരു ഭയം, SLE പിന്നെയും ഇത് അഫക്റ്റ് ആവൂ, അതുകൊണ്ട് അവർ ബയോപ്സി ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് താല്പര്യമില്ല, ഇനി പുതിയ ഒരെണ്ണം വച്ചതിനെ കുത്തി വേദനിപ്പിക്കണ്ടെന്ന് തന്നെയാണ് എനിക്കൊരിത്. അതുകൊണ്ട് ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു, ഇത് വെച്ചത് യാതൊരു പ്രശ്നവും കൂടാതെ ഇനി പോകുവാനും ഇങ്ങനെ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്തു പോകാനും ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി ദൈവം എന്നെ സഹായിക്കും തന്നെയാണ് ഇനിയും പ്രതീക്ഷിക്കുന്നത്. ഇനി ഭാവി പിന്നെ ഇനി ക്ലാസ് ഇതൊക്കെ ഉണ്ട്, അത് എക്സാം എഴുതണം, അതിനുവേണ്ടിയൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിനുവേണ്ടി ശ്രമിക്കുന്നു. എല്ലാവരും ദൈവം എന്നെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇനി എല്ലാവരും അത് ഓർത്ത് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒപ്പം ഒരിക്കൽ കൂടെ എല്ലാവരും എന്നെ സഹായിച്ച എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്നെ നന്ദി പറഞ്ഞു. പാസ്റ്ററിനും ഫാമിലിക്കും, എന്നെ സഹായിച്ച എല്ലാ പ്രേക്ഷകർക്കും, അതുപോലെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എന്നെ നന്ദി പറയാണ്. പ്രാർത്ഥിച്ചവർക്ക് താങ്ക് യു മോളെ. ദൈവം ഇത്രത്തോളം മോളെ വിടുവിച്ചല്ലോ, സൗഖ്യമാക്കിയല്ലോ. 10 മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ശേഷം. മോളെ പിന്നെ എന്തെങ്കിലും ജോലിയോ മറ്റോ ചെയ്യാൻ ആരംഭിച്ചോ മെഡിക്കൽ പ്രൊഫഷനിലെ? ഇല്ല, പുറത്തോട്ടൊന്നും ഇതുവരെ അതായത് പോയില്ല. ഞാൻ ചെറിയ ഓൺലൈൻ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് ഇവിടെ ലൈസൻസ് രജിസ്റ്റർ ആയിട്ടില്ല. അപ്പൊ അത് വേണമെങ്കിൽ നമ്മുടെ FMC ഒരു എക്സാം ക്ലിയർ ആവണം. അതിനുവേണ്ടി അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് മോഡ റഷ്യയിലെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തെങ്കിലും ഇന്ത്യയിലെ ലൈസൻസിങ് കംപ്ലീറ്റ് ആകണം. അതെ അതെ, അത് വിദേശത്ത് പഠിക്കുന്നവരെല്ലാം ഇന്ത്യ വന്ന് അവര് പൂർത്തീകരിക്കേണ്ട ഒരു കടമ്പയാണ്. അതെ അതെ. അപ്പൊ അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ അതിനുവേണ്ടി ട്രെയിനിങ് എടുക്കുന്നുണ്ടോ?
അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. ഓൺലൈനായിട്ട് ഇങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ശരിക്കും ബുദ്ധിമുട്ടാണ്. കാരണം കൂടുതൽ സ്ട്രെയിൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇച്ചിരി സ്ട്രെയിൻ ചെയ്യുമ്പോഴത്തേക്കും തലവേദന. കാരണം കുറച്ച് ഇത്രയും ഒരു ഡിസ്റ്റൻസ് ഇതായതുകൊണ്ട് ഒരു ബാക്കൗട്ട് ആയതുകൊണ്ട് കുറച്ച് പാടാണ്. എങ്കിൽ പോലും കഴിയുന്നത് പരമായിട്ട് ചെയ്യുന്നുണ്ട്. ദൈവം അതിനൊപ്പം എന്നെ സഹായിക്കുന്നുണ്ടെന്നാണ് ഒരു ഇത്. SLE എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. SLE എന്ന് പറയുമ്പോൾ അതെ, സിസ്റ്റമിക് ലൂപ്പസ് എറിത്രോമൈറ്റ്. മെറ്റോസിസ്. അപ്പം ഇതിനകത്ത് പിന്നെ സാധാരണ ആളുകൾ പറയുന്നത് SLEക്ക് അങ്ങനെ പ്രത്യേക ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ലെന്ന് അല്ലേ? അതെ, ട്രീറ്റ്മെന്റും ഇല്ല. അതിന് ഒരു കംപ്ലീറ്റ് ക്യൂറബിളും ഇല്ല. നമുക്ക് ജസ്റ്റ് സിംറ്റംസ് വരുന്നതിന് ഒരു 10-11 സിംറ്റംസ് ഇതിന് പറയുന്നുണ്ട്. ആ ഒരു സിംറ്റംസ് നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാൻ മാത്രമേ അതിന് പറ്റത്തുള്ളൂ. ശരി. അല്ലാതെ വേറെ പ്രത്യേകിച്ച് അതിനൊരു ക്യൂറബിൾ ഇല്ല. പിന്നെ ഈ ഒരു രോഗം എന്ന് പറയുന്നത് നമുക്ക് കിഡ്നി മാത്രമല്ല, നമ്മളെ എല്ലാ ഓർഗൻസിനെ അത് ബാധിക്കാവുന്നതാണ്. പതുക്കെ പതുക്കെ അത് ഓരോന്നായിട്ട് നമ്മളെ നശിപ്പിക്കുന്ന ഒരു ടൈപ്പ് വൈറസ് പോലെയാണ് അത്. എന്റെ ശരി. കേസിൽ ആദ്യം എന്റെ കിഡ്നിയെ ബാധിച്ചു. അങ്ങനത്തെ സാധാരണ അത് കിഡ്നി അറ്റാക്ക് ചെയ്യുന്നതല്ല. ഇല്ല, കിഡ്നി എന്നല്ല, നമ്മുടെ എല്ലാ ഓർഗൻസിനെ അഫക്റ്റ് ചെയ്യും. പക്ഷെ എന്റെ കേസിൽ വന്നപ്പോൾ പെട്ടെന്ന് അത് കിഡ്നിയാ കൂടുതൽ അഫക്റ്റ് ചെയ്തത്. കുറച്ചൊക്കെ ഞാൻ എടുത്ത മെഡിസിൻസ് ബേസ് ചെയ്തും എന്ന് ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. കാരണം ഞാൻ ഇതിനു മുന്നേ കഴിച്ചുകൊണ്ടിരുന്ന മെഡിസിൻസ് ഒക്കെയും ട്രാൻസ്പ്ലാന്റിന് ശേഷം ചെയ്യാവുന്ന ഒരു മെഡിസിൻസ് ആയിരുന്നു. അത് കുറച്ച് ഓവർ ഡോസ് ആയിരുന്നു എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ശരി ശരി. എന്നാൽ മോളെ SLE സൗഖ്യമായ അനേക സാക്ഷ്യങ്ങൾ നമ്മുടെ ചാനലിൽ അതെ, ഞാനും കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട്. കേട്ടോ. ആസാദിയിൽ വരുന്ന സാക്ഷ്യങ്ങളെല്ലാം കേൾക്കാറുണ്ട്. ദൈവം അതുകൊണ്ട് എനിക്കൊരു പൂർണ്ണമായിട്ട് വിടുതൽ തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒരു സാക്ഷി മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുന്ന. അപ്പോൾ അതുകൊണ്ട് നമ്മളും വിശ്വസിക്കുക ബ്ലസ്സിമോളുടെ ആ ഒരു SLE ശരീരത്തിൽ നിന്ന് പൂർണ്ണമായി സൗഖ്യമായി നമ്മൾ വിശ്വസിക്കുക. അനേക ദൈവമക്കളുടെ പ്രാർത്ഥന ഇത് കേൾക്കുന്നവരൊക്കെ മോക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെ SLEയുടെ ഒരു ടെസ്റ്റ് വല്ലതും ചെയ്തോ? അങ്ങനെ എന്തെങ്കിലും സിംറ്റംസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും? സർജറിക്ക് മുന്നേ എനിക്കത് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയം അങ്ങനെ വലിയ കുഴപ്പമില്ലായിരുന്നു. അതിനുശേഷം ഇതുവരെ ചെയ്തിട്ടില്ല. ഓക്കെ. ഇതുവരെ SLE അങ്ങനെ ആക്റ്റീവ് ആണെന്നുള്ള ഒരു സിംറ്റംസും എനിക്ക് അങ്ങനെ കാണിക്കുന്നൊന്നുമില്ല. ചെറുതായിട്ടുള്ള ജോയിന്റ് പെയിൻസ് വരുന്നുണ്ട്. അതെന്നല്ലാതെ വേറെ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇതുവരെ കാണിക്കുന്നുണ്ടില്ല. അപ്പോൾ ദൈവം കംപ്ലീറ്റ് ആയിട്ട് ഹീലാക്കിയെന്ന് നമുക്ക് വിശ്വസിക്കുക. അതെ, മനുഷ്യന് ചികിത്സ ഇല്ലാത്തടത്ത് ദൈവത്തിനല്ലാതെ പിന്നെ ആരെയാ മക്കളെ നമ്മളെ സൗഖ്യമാക്കാൻ പറ്റുന്നത്? ഇത്ര ഡോക്ടേഴ്സ് ശ്രമിച്ചാലും ദൈവം സഹായിച്ചാലേ നമുക്ക് മുന്നോട്ട് പോകാൻ 100%. ബ്ലെസ്സിമോൾ ഒരു മെഡിക്കൽ ഡോക്ടറാണ്. റഷ്യയിൽ പോയി മെഡിസിൻ പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത ആളാണ്. പലപ്പോഴും മെഡിക്കൽ സയൻസിന് ഒരു പരിധിയുണ്ട്. അതിനപ്പുറമായിട്ട് അപരിമിതനാകുന്ന ദൈവം നമ്മളെ സൗഖ്യമാക്കും. ഇങ്ങനെയുള്ള വീഡിയോകൾ നമ്മൾ ആളുകളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം നമ്മുടെ വിഷയങ്ങൾ കേട്ട് ഒത്തിരി പേര് ഒരു വാക്കില്ലെങ്കിലും പ്രാർത്ഥിക്കും. ഒരു വാക്കില്ലെങ്കിലും അവർ ഹൃദയത്തിൽ നിന്ന് പറയും, കർത്താവേ ആ കുഞ്ഞിനെ നീ സൗഖ്യമാക്കണമേ. അങ്ങനെ അനേകരുടെ പ്രാർത്ഥന വലിയ സൗഖ്യത്തിന് കാരണമായി തീരും. എനിക്ക് സന്തോഷമുണ്ട് ബ്ലെസ്സിമോൾ അത് പറഞ്ഞപ്പോൾ. ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ആരെങ്കിലും ഒരു പാസ്റ്റർ പ്രാർത്ഥിച്ച് അകത്ത് കയറ്റണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഞാൻ ബ്ലെസ്സിമോളെ വീഡിയോ കണ്ടെന്ന് പറഞ്ഞ് ഒരു പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകളുടെ ഗുണം അതാ. നമ്മളൊക്കെ ചാനലിൽ കൂടി ഇങ്ങനെയുള്ള അനുഭവം കൊണ്ടുവരുമ്പോൾ നമ്മളെ ആളുകൾ ഓർക്കുകയും കാണുകയും തിരിച്ചറിയുകയും ആ ഹോസ്പിറ്റലിൽ വെച്ച് ആ പാസ്റ്റർ തിരിച്ചറിഞ്ഞ് നമ്മളെ എവിടെയോ വീഡിയോ കണ്ടതുകൊണ്ടല്ലേ. അതെ അതെ. അപ്പൊ അതാ അതിന്റെ ഒരു അനുഗ്രഹം. ഇതുപോലെ എന്നെ പറഞ്ഞ് വിളിക്കാറുണ്ട്. പിന്നീട് സുഖവിവരങ്ങൾ അന്വേഷിക്കാറുണ്ട്. ഞാൻ മോളുടെ സാക്ഷ്യം കേട്ടു അല്ലെങ്കിൽ വീഡിയോ കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് വിളിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരു വാക്കെങ്കിലും അവർ പ്രാർത്ഥിക്കാറുണ്ട്. ഇപ്പോഴും പലരും വിളിക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. അതെ. മോളുടെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞപ്പം തന്നെ ഞാനൊരു ചെറിയ വീഡിയോ ചെയ്യണമെന്ന് ഓർത്തു. മോളുടെ ട്രാൻസ്പ്ലാന്റ് ഒക്കെ കഴിഞ്ഞു, അവൾ സൗഖ്യമായി വരുന്നെന്ന് പറഞ്ഞ് ചെയ്യണമെന്ന് ഓർത്തു. പിന്നത്തേതിൽ ഈ അടുത്ത സമയത്താണ് പിന്നെയും ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചതും പപ്പായുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തത്. നമ്മുടെ ആസാദി പ്രേക്ഷകരോട് ഞാൻ എന്തായാലും സാക്ഷ്യം പറയണമെന്ന് നേരത്തെ ചിന്തിച്ചതാണ്. എനിക്ക് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് വരുമ്പോൾ ഒരിക്കൽ കൂടെ ആസാദി ചാനലിൽ കടന്നു വരണമെന്ന് പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പിന്നെ സമയം എല്ലാം നമ്മൾ വിചാരിക്കും പോലെ അല്ലല്ലോ, ദൈവം അതിനായിട്ട് സമയമുണ്ടല്ലോ. അങ്ങനെ ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ആളുകൾ തയ്യാറാകുമ്പോഴാണ് ഇങ്ങനെയുള്ള ആളുകൾക്കൊരു വിടുതലാകുന്നത്. അവയവദാനം മഹാദാനം എന്നൊക്കെ നമ്മൾ ഇങ്ങനെ സ്ലോഗൻ ആപ്തവാക്യങ്ങൾ പറയാറില്ലേ? ഇതൊക്കെ ഉറപ്പായും. എങ്കിലും എനിക്ക് തന്നത് ആള് കുറച്ച് റിസ്ക് കൂടെ എടുത്തെന്ന് വേണം പറയാൻ. കാരണം എല്ലാ ടെസ്റ്റും കഴിഞ്ഞു വന്ന ലാസ്റ്റത്തെ ഒരു ടെസ്റ്റ് വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരന്റെ കിഡ്നിക്ക് ചെറിയൊരു സിസ്റ്റ് ഉണ്ടായിരുന്നു.
പക്ഷെ അത് എന്നെ ബാധിക്കത്തില്ല. പുള്ളിക്കാരന് കുറച്ച് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ കൂടുതൽ പേരും അതങ്ങനെ റിസ്ക് എടുക്കാറില്ല. എങ്കിലും എനിക്ക് തരാന്ന് പറഞ്ഞ ആള് ഡോക്ടറോട് പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല, കുട്ടിക്ക് കിട്ടേണ്ട ഒരു വിടുതലാണല്ലോ, അതുകൊണ്ട് അവൾക്ക് വേണ്ടി എന്റെ ഒരു സഹോദരിയെ പോലെ ഞാൻ കണക്കാക്കി കൊടുക്കുന്നതാണ്, അതുകൊണ്ട് അതിന് ഒരു കുഴപ്പമില്ല, ഞാൻ സമ്മതമാണെന്ന് ആ പുള്ളിക്കാരൻ അവിടെ ഡോക്ടറോട് കുറച്ച് പറഞ്ഞു. അങ്ങനെ അതെ, അതായത് കുറച്ച് റിസ്ക് അദ്ദേഹത്തിന്റെ കിഡ്നിക്ക് സിസ്റ്റ് ഉണ്ടായിരുന്നു. അതെ അതെ. അപ്പൊ അദ്ദേഹം അകത്ത് വെച്ച കിഡ്നിക്ക് ഇപ്പോഴും സിസ്റ്റ് ഉണ്ടോ? ഇല്ല, അതിനെ അത് അവര് റിമൂവ് ചെയ്യും. റിമൂവ് റിമൂവ് ചെയ്യുന്ന ചെയ്തു. സമയത്ത് കുറച്ച് ബ്ലീഡിങ് ഉണ്ടാവും. അത് അവർക്കാണ് കേട്, എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ട് വരുന്നതല്ല അയ്യോ, അങ്ങനെ പറഞ്ഞു. അപ്പൊ എന്തൊരു വലിയൊരു മഹാത്യാഗമാണ് ആ വ്യക്തി ചെയ്തത് അല്ലേ? അതെ കാരണം 2 കിഡ്നിയിൽ ഒരു കിഡ്നിക്ക് സിസ്റ്റ് ഉണ്ടെങ്കിലും നല്ല കിഡ്നി നമുക്ക് വേണ്ടി മാറ്റി തന്നു. അതെ. അയ്യോ, ഒത്തിരി പേര് ഇങ്ങനെയുള്ള ത്യാഗങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ പ്രേക്ഷകരോട് പറയുക, നമുക്ക് ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയണം. അവയവങ്ങൾ ദാനം ചെയ്യുന്നതൊക്കെ വലിയ അനുഗ്രഹമാണ്, മറ്റൊരാൾക്ക് ജീവിതം കൊടുക്കലാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിൽ ഞാൻ പറഞ്ഞതാണ്, മഹാരാഷ്ട്രയിലുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടു, എൻ്റെ ഹൃദയത്തെ ഒത്തിരി സ്പർശിച്ചു. ഞാനൊരു പ്രോഗ്രാമിൽ നമ്മുടെ ചാനലിൽ പറഞ്ഞത്, അതായത് ഒരു മുസ്ലിം പെൺകുട്ടി, അവൾക്ക് കൈ നഷ്ടപ്പെട്ടു പോയതാ. അപ്പോൾ ഒരു കൈ ദാനം ചെയ്തത് മഹാരാഷ്ട്രയിൽ തന്നെയുള്ള ഒരു പെൺകുട്ടിയുടെ കൈ, മരിച്ച ഒരു പെൺകുട്ടിയുടെ കൈയാണ് കൊടുത്തത്. അപ്പോൾ ഈ അടുത്ത സമയത്ത് ഇവിടെ ഈ മഹാരാഷ്ട്രയിലൊക്കെ ഒരു വലിയ ഉത്സവമുണ്ട്, രക്ഷാബന്ധൻ എന്ന് പറയുന്നത്. അത് ഇവിടുത്തെ ആളുകൾ, ഹിന്ദുക്കളൊക്കെ അവരുടെ ഒരു കൾച്ചറൽ ഫെസ്റ്റിവലാണ്. ആങ്ങളമാരുടെ കയ്യിലെ പെങ്ങന്മാർ വന്നിട്ട് രക്ഷാബന്ധൻ ചെയ്യുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ ഈ മുസ്ലിം പെൺകുട്ടി പോയിട്ട് ആ മരിച്ചുപോയ പെൺകുട്ടിയുടെ ആങ്ങളയുടെ കയ്യിലൊരു രാഖി കെട്ടി. എന്നിട്ട് പറഞ്ഞു, നിന്റെ പെങ്ങൾ ജീവനോടുണ്ടായിരുന്നെങ്കിൽ ഈ കൈ കൊണ്ടായിരുന്നു നിനക്ക് രാഖി കിട്ടുന്നത്, അതുകൊണ്ട് അതേ പെങ്ങളുടെ കൈ കൊണ്ട് ഞാൻ രാഖി കെട്ടുകയെന്ന് പറഞ്ഞു. അതെൻ്റെ ഹൃദയത്തെ സ്പർശിക്കാൻ കാരണം എന്താണെന്നറിയാമോ? ഈ മതവിദ്വേഷമൊക്കെ ഒത്തിരിയുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഒരു മുസ്ലിം പെൺകുട്ടിക്ക് ഒരു ഹിന്ദു പെൺകുട്ടിയുടെ ഫാമിലി കൈ കൊടുക്കുന്നു, പിന്നെ അവർ തമ്മിലുള്ള ഒരു ഊഷ്മളമായ ബന്ധമല്ലേ, അവിടെ മതമോ ജാതിയോ ഒന്നുമില്ല. നമുക്ക് കിട്ടിയ അവയവം ആരുടേതാണെന്നുള്ളത് മതമോ ജാതിയോ ഒന്നും നമ്മൾ നോക്കുന്നില്ല. അവയവങ്ങൾക്ക് മതവും ജാതിയും ഒന്നുമില്ല. ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന കേസാണെങ്കിൽ, ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ഉണ്ടല്ലോ, അതൊരു പക്ഷേ ഒരു സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരാളുടെ ഹാർട്ടായിരിക്കാം ഒരു ഉന്നത കുലജാതനെ വെച്ച് പിടിപ്പിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് ആ ഹാർട്ട് പണങ്ങുമോ? ഇല്ല. മനുഷ്യന്റെ ഹാർട്ടും കിഡ്നിയും ഒക്കെ ജാതിയില്ലാത്തതാണ്. ദൈവത്തിന് സ്തോത്രം. ഒത്തിരി ഓർഗനൈസേഷൻസ് ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ. ഞാൻ ആസാദിയിലൂടെ ഒരു ദൈവദാസൻ എന്ന നിലയിലുള്ള എൻ്റെ സാമൂഹിക പ്രതിബദ്ധത കൊണ്ട് പറയുകയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ ദൈവമക്കൾ പ്രോത്സാഹിപ്പിക്കണം. ചതിവും വഞ്ചനയും ഒത്തിരിയുള്ള ലോകത്ത് നമ്മളെക്കൊണ്ട് കാണിക്കുവാൻ കഴിയുന്ന നല്ല 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 ഇങ്ങനെയുള്ള മാതൃകകളായി തീരണം. ബ്ലെസ്സിമോൾക്ക് വേണ്ടി ആരോ അങ്ങനെ ഒരു കിഡ്നി ദാനം ചെയ്തത് കൊണ്ടാണ് ബ്ലെസ്സിമോൾ ഇന്ന് നമ്മുടെ മുമ്പിൽ ഇരുന്ന് ഈ സാക്ഷ്യം പറഞ്ഞത്. വലിയ ചെലവുള്ള ട്രീറ്റ്മെന്റ് അല്ലേ മോളെ? അതെ അതെ, ഒത്തിരി ചെലവ് വരും. എന്നാൽ ഏകദേശം എത്ര രൂപ ചെലവായി കാണും? ഞാൻ മറ്റൊന്നും കൊണ്ടല്ല ചോദിക്കുന്നത് കേട്ടോ, ഞാൻ പ്രേക്ഷകരുടെ ഈ കാര്യത്തിൽ ഒന്ന് ബോധവൽക്കരിക്കാൻ വേണ്ടിയാ. എല്ലാം കൂടെ ഏകദേശം എങ്ങനെയും ഒരു 10-45 ലക്ഷം ആയിട്ടുണ്ടാവും. 45 ലക്ഷം പ്രതീക്ഷിക്കും പോലെ ഇഞ്ചക്ഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോഴും, പിന്നെ ഹോസ്പിറ്റലായാലും നമുക്ക് ഇന്നത്തെ കാലം വെച്ച് നോക്കുമ്പോൾ ICUയുടെ വാടക, ഹോസ്പിറ്റൽ ചാർജ് എല്ലാം നോക്കുമ്പോൾ വലിയൊരു തുക തന്നെ ആവശ്യം വരും. അത് തന്നെയല്ല, ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റ്, ലിവർ ട്രാൻസ്പ്ലാന്റ്, ഇങ്ങനെയുള്ള ചികിത്സകളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര കെയർ എടുക്കണം. വർഷങ്ങൾ കെയർ എടുക്കണം. നമുക്ക് മറ്റ് ഇൻഫെക്ഷൻ വരാൻ പാടില്ല. നല്ല മെഡിക്കൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റലുകളുടെ അടുത്ത് താമസിക്കണം അല്ലേ? ബ്ലെസ്സിമോൾ ഇപ്പം ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. അപ്പൊ കുറച്ചുകൂടെ സിറ്റിയോട് ചേർന്നാന്നോ?
അതെ, സിറ്റിയോട് ചേർന്നാണ്. കാരണം എന്റെ വീടെന്ന് പറയുന്നത് 2 റൂമും പിന്നെ റൂം നല്ല പൂശിയിട്ടൊന്നുമില്ല. ചെറിയ പഞ്ചായത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചെറിയ വീടാണ്. അപ്പം അങ്ങോട്ട് പോയി പൊടിയും കാര്യങ്ങളും ഇൻഫെക്ഷനും അങ്ങനത്തെ ഇത് വരുന്നത് കൊണ്ട് തന്നെ ഇങ്ങോട്ടിപ്പോ സിറ്റിക്കടുത്ത് തന്നെ ഒരു വീട് എടുത്തിരിക്കുകയാണ്. പിന്നെ ഒത്തിരി ഒതുങ്ങിയ സ്ഥലം, വേറെ പൊല്യൂഷനോ അങ്ങനത്തെ ഇതുമില്ലാത്ത ഒരു സ്ഥലം നോക്കിയാ എടുത്തത്. തിരുമലക്കടുത്ത ഒരു വീടെടുത്ത് ഇങ്ങനെ അതെ. താമസിക്കുന്നത്. അപ്പോൾ സിറ്റിയോട് അടുത്തായതുകൊണ്ട് ഹോസ്പിറ്റലുകളും അടുത്താണ്. അതെ, അതെ. ഹോസ്പിറ്റലിൽ എന്തേലും ഒരു എമർജൻസി കേസ് വന്നാ അതെ, പോകാനൊക്കെ കുറച്ച് എളുപ്പമാണ്. പിന്നെ എനിക്ക് ഇവിടുന്ന് എറണാകുളത്ത് തന്നെ ചെക്കപ്പിന് പോണം. ഇപ്പഴും മാസത്തില് 2 തവണ ചെക്കപ്പിന് പോകുന്നുണ്ട്, പോയി വരുന്നുണ്ട്. അങ്ങനെ ട്രെയിനിൽ തന്നെയാണ് പോകുന്നതും കാര്യങ്ങളൊക്കെ എല്ലാം മാസ്കും അങ്ങനെയെല്ലാം ധരിച്ച് തന്നെയാണ് പോകുന്നത്. ഇതുവരെയും ദൈവം സഹായിച്ച് ഒരു കുഴപ്പമൊന്നുമില്ല. എനിക്ക് എന്നോട് ചെയ്തതിന് മുന്നേയും പിന്നെയും വന്നവർക്കൊക്കെ ഒത്തിരി ഇൻഫെക്ഷൻ ശരി ഒക്കെ മോളെ. വന്നിട്ടുണ്ട്. അതെ, പക്ഷെ ദൈവം സഹായിച്ച് ഇതുവരെയും എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരു കുഴപ്പവും ഇതുവരെയും വന്നിട്ടില്ല. ശരി. മോളനേകർക്ക് അനുഗ്രഹമാകട്ടെ. പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളിലൊക്കെ കടന്നു പോയതുകൊണ്ട് സമാന സിറ്റുവേഷൻ ഉള്ളവരോട് കൂടുതൽ കരുണ കാണിക്കാനൊക്കെ, പ്രത്യേകിച്ച് നമ്മുടെ പ്രൊഫഷനിൽ അത് കഴിയും. അതെ, നമ്മൾ കഴിഞ്ഞിടയ്ക്ക് അതെ, ഡോക്ടർ ഹാരിസിനെ കുറിച്ച് കേട്ടായിരുന്നു. അതെ. ഡോക്ടർ ഹാരിസിൻ്റെ കഥ ഞാൻ കേട്ടത്, ഞാൻ പാഠഭേദത്തിൽ കൂടെ പറഞ്ഞു. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഒരു കിഡ്നി രോഗിയായിട്ടാണ് ഹോസ്പിറ്റലിൽ വന്നത്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് മെഡിക്കൽ കോളേജ് വന്നത് ഒരു കിഡ്നി രോഗിയായിട്ടാണ്. അതുകൊണ്ട് തന്നെ താൻ മെഡിസിനൊക്കെ പഠിച്ചു കഴിഞ്ഞ് ഈ പറഞ്ഞ കിഡ്നിയിൽ നെഫ്രോളജി അല്ലേ, നെഫ്രോളജിയിൽ അതെ, സ്പെഷ്യലൈസ്. യൂറോളജിസ്റ്റ് ആയി. എന്താ മോളെ? യൂറോളജിസ്റ്റ്, ന്യൂ യൂറോളജിസ്റ്റ് ആണ്. ന്യൂറോളജിസ്റ്റ് ആണോ അദ്ദേഹം? ന്യൂറോ എന്ന് യൂറോ പറയും, യൂറോ ന്യൂറോ എന്ന് യൂറോ അല്ല, പറയുമ്പോൾ യൂറോ നാഡികളാണ്. അല്ല, ന്യൂറോ അല്ല, യൂറോ. അവരാണ് കിഡ്നി അദ്ദേഹം മാറ്റി വെക്കുന്ന യൂറോളജിസ്റ്റ് ആണ്. ശസ്ത്രക്രിയ ചെയ്യുന്നത്. അതെ, 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 അദ്ദേഹം യൂറോളജിസ്റ്റ് ആണ്, അതെ, നെഫ്രോളജി അല്ല. അതെ. ശരി, യൂറോക്കാരാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. ശരി. യൂറോളജിക്കാരാണ് കിഡ്നി. അപ്പോൾ അദ്ദേഹം ഒരു യൂറോളജിസ്റ്റ് ആണ് അല്ലേ? അതെ, അതെ, അപ്പോൾ ഒരു യൂറോളജിസ്റ്റായി, അതുകൊണ്ട് തന്നെ കിഡ്നി വിഷയമായിട്ട് വരുന്നവരോട് ഒരു പ്രത്യേക അനുകമ്പ. അപ്പോൾ നമ്മൾ അതെ, ജീവിതത്തിൽ ഇതൊക്കെ സഹിച്ചതുകൊണ്ട് അനുകമ്പയുള്ള, ദയയുള്ള നല്ലൊരു ഡോക്ടറാകാൻ കഴിയും. നല്ല ഡോക്ടർമാർ, നല്ല അതെ. വക്കീലുമാർ എനിക്ക് ഒക്കെ അത് തന്നെയാണ് സമൂഹത്തിന് ആഗ്രഹം. ആവശ്യമാണ്. ഒത്തിരി പേരെ ഇനി ഈ ഒരു പ്രൊഫഷൻ കഴിഞ്ഞ് ഇതിലൂടെ ഒത്തിരി പേരെ സഹായിക്കണമെന്നും അതിലൂടെ മറ്റുള്ളവരോട് ദൈവത്തിനെ പറ്റി പറയണം. ഇതൊക്കെ അതെ, തന്നെയാണ് എനിക്കും ആഗ്രഹം. അതുകൊണ്ട് ദൈവത്തിനുള്ള വിശിഷ്ടമാകുന്ന ബുദ്ധി, ജ്ഞാനം, അറിവും, ആരോഗ്യം എല്ലാം കർത്താവ് ബ്ലസ്സുമൊക്കെ തരട്ടെന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. അസാദിയുടെ പ്രേക്ഷകരോട് ഞാനും നന്ദി പറയുക. കാരണം നമ്മൾ ഒരിക്കൽ മാത്രമേ കൂട്ടായ്മ എന്നൊരു പ്രോഗ്രാം ചെയ്തിട്ടുള്ളൂ. കൂട്ടായ്മ എന്ന പ്രോഗ്രാം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചത് ബ്ലസ്സുമളെപ്പോലെ ജീവിതത്തിലെ വലിയ ചലഞ്ചസിനെ നേരിടുന്നവരോട് പ്രാർത്ഥനയിലും ആത്മീയവും ഭൗതികമായിട്ടൊക്കെ കൂട്ടായ്മ കാണിക്കാൻ ഉത്സാഹിപ്പിക്കുന്നൊരു പ്രോഗ്രാമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒറ്റൊരു പ്രാവശ്യമേ ചെയ്തുള്ളൂ. പക്ഷേ അതിൻ്റെ റെസ്പോൺസ് ഭയങ്കരമായിരുന്നു. അത് ബ്ലസ്സിമോക്കൊരു അതെ, അനുഗ്രഹമായി. അതുപോലെ തന്നെ ആസാദിയിൽ മാത്രമല്ല, മറ്റ് സെക്കുലർ ചാനലുകളൊക്കെ ബ്ലസ്സിമോയുടെ വീഡിയോ ചെയ്തു. അങ്ങനെ അനേകർ അതെ, ബ്ലസ്സിമോളെ ഹെൽപ്പ് ചെയ്തു. അനേകരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ, വലിയ ചിലവുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യാൻ ദൈവം സഹായിച്ചു. പ്രേക്ഷകരെ, നിങ്ങൾ ഓരോരുത്തരും കാണിച്ച ആ സ്നേഹത്തിന്, പ്രാർത്ഥനയ്ക്ക്, സാമ്പത്തികവും ഒക്കെ ആയിട്ടുള്ള ആ സഹകരണത്തിനൊക്കെ ആസാദിയിലൂടെ ഞാനും നന്ദി പറയുകയാണ്. ദൈവം സഹായിക്കട്ടെ. എനിക്കൊന്ന് കഴിഞ്ഞ പ്രാവശ്യം ബ്ലസ്സിമോൾ വന്നപ്പോൾ ഞാൻ ബ്ലസ്സിമോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നെന്ന് എൻ്റെ ഓർമ്മയല്ലേ? അതെ, അതെ. അതെ. പക്ഷേ ഇന്ന് ബ്ലസ്സിമോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം നീ ഓക്കെ. സൗഖ്യം പ്രാപിച്ച്, ജയം പ്രാപിച്ച് പുറത്തു വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രാർത്ഥന ഉം, കഴിഞ്ഞ പ്രാവശ്യം മോക്ക് വേണ്ടിയായിരുന്നു. ഇന്ന് മോള് ഉം. ജീവിതത്തിൽ ലഭിച്ച ആ സൗഖ്യവും വിടുതലും മറ്റുള്ളവരുടെ മേലും പകരപ്പെടാൻ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു. സ്തോത്രം. ഓക്കെ. ദൈവമേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവെ, പരിശുദ്ധനായ ദൈവമേ, കർത്താവെ, ഇതുവരെയും കർത്താവെ എന്റെ സാക്ഷ്യം കർത്താവെ ഇവിടെ പറയാൻ കർത്താവ് നീ എനിക്ക് ഒരുക്കിയ അവസരത്തെ ഒത്തിരി നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവെ. ഈ ഒരു ചാനലിലൂടെ കർത്താവ് അനേകരുടെ മുമ്പിലേക്ക് എന്റെ കുറച്ച് സാക്ഷ്യം പറയാനും കർത്താവെ, നീ എന്റെ ജീവിതത്തിൽ ചെയ്ത ഓരോ അത്ഭുതങ്ങളെ പറ്റിയും കർത്താവെ, നന്മകളെ പറ്റിയും കർത്താവ് വിവരിക്കുവാൻ നീ എന്നെ സഹായിച്ച കൃപയോട് നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവെ. അതുപോലെ കർത്താവ് ഈ ഒരു ചാനൽ കർത്താവ് നീ അനുഗ്രഹിക്കുമാറണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദാസനെയും കർത്താവ്, കുടുംബത്തെയും കർത്താവെ, ഈ ഒരു ചാനലിനെ ഇനിയും അനേകരിലേക്ക് കർത്താവ് നിന്റെ വചനത്തെ എത്തിക്കുവാനും കർത്താവെ, അനേകരുടെ സാക്ഷ്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും കർത്താവെ, അത് ഓരോരുത്തർക്കും പ്രയോജനമുള്ളതായി മാറുവാനും വേണ്ടി കർത്താവെ നീ ഈ ചാനൽ അനുഗ്രഹിക്കുമാറണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ കർത്താവ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകരെയും കർത്താവയുടെ കുടുംബത്തെയും നീ കർത്താവ് മാനിക്കുമാറണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കുന്നു എന്ന് പറഞ്ഞതുപോലെ കർത്താവ് അടിയൻ പറഞ്ഞ ഈ ഓരോ വാക്കും കർത്താവെ ആരുടെയെങ്കിലൊക്കെ ജീവിതത്തിൽ കർത്താവെ നീ ഒരു നല്ലത് ചെയ്ത് കർത്താവെ
അവരുടെ കർത്താവെ നീ കൃപയെ അവർക്ക് ആശ്വാസം നൽകി കർത്താവെ നീ അവരെ മാനിക്കുമാറങ്ങനെ ബലപ്പെടുത്തുമാറങ്ങനെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ആരെങ്കിലും കർത്താവ് രോഗത്താലോ കർത്താവെ ഭാരത്താലോ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവെ നിന്റെ കൃപ കർത്താവ് നിന്റെ വചനം അവിടെ അവർക്ക് അയച്ചു കർത്താവ് നീ അവർക്ക് സമാധാനവും ബലവും കർത്താവ് നീ പറഞ്ഞു കൊടുക്കുമാറങ്ങനെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കഴിഞ്ഞ നാളിലോ കർത്താവെ എന്റെ സാക്ഷ്യം കേട്ടിട്ട് കർത്താവെ എന്നെ അനേകർ കർത്താവെ എനിക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുകയും കർത്താവെ സാമ്പത്തിക സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് കർത്താവെ. അവർ എവിടെയൊക്കെ ആയിരിക്കുന്നു അവരുടെ എല്ലാം കർത്താവ് നിന്റെ കൃപസാന്തി അവരോടൊപ്പം കൂടെ ഇരുന്ന് കർത്താവെ ഇനിയും അനേകരെ സഹായിക്കാനുള്ള ഒരു കൃപ ഒരു മനസ്സ് കർത്താവ് നീ അവർക്ക് പറഞ്ഞു നൽകുമാറങ്ങളെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇതിനു മുന്നും കർത്താവ് എനിക്ക് പറയുന്നതിന് മുന്നും അതിനുശേഷം കർത്താവ് സാക്ഷി പറയാൻ കടന്നു വരുന്ന ഓരോരുത്തരും കർത്താവെ നീ ബലപ്പെടുത്തുമാറങ്ങളെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മറ്റുള്ളവർക്ക് ഒരു വളരെ അനുഗ്രഹമായിരിക്കാൻ കർത്താവെ നീ ഇനി ഓരോരുത്തരും കർത്താവെ നീ ഏറ്റെടുക്കുമാറങ്ങളെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോ പ്രേക്ഷകരുടെയും കർത്താവ് ഭവനങ്ങളെയും കർത്താവെ അപ്പൊ നിനക്ക് വേണ്ടി പ്രയോജനപ്പെടുന്ന ഓരോരുത്തരെയും കർത്താവ് നീ അനുഗ്രഹിച്ച് മാനിക്കുമാറങ്ങളെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങനെ സകലവും കർത്താവ് നിന്റെ കൃപയ്ക്കുള്ളിൽ കർത്താവെ മറിച്ചുകൊണ്ട് കർത്താവെ ഓരോ വിഷയങ്ങളും ഓരോരുത്തരും കർത്താവെ നീ അനുഗ്രഹിച്ച് മാനിക്കുമാറങ്ങളെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവെ നിന്റെ മുൻപിൽ കർത്താവെ താഴ്ന്നു വളർന്നു കർത്താവെ പ്രാർത്ഥന സ്തോത്രം യേശു നാമത്തിൽ ആമേൻ. അമേൻ അമേൻ അമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ സഹവാസം കാവൽ നമ്മെല്ലാവരുടെ മേലും പ്രത്യേകമായി നമ്മുടെ നടുവിൽ വന്ന ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ച പ്രിയ ബ്ലസ്സിമോടെ മേൽ അവളുടെ മാതാപിതാക്കൾ സഹോദരൻ പ്രിയമുള്ളവരുടെ മേലെല്ലാം ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും മടക്കട്ടെ. ആമേൻ ആമേൻ ആമേൻ. താങ്ക് യു മോളെ. ദൈവം ഒത്തിരി സഹായിക്കുക അനുഗ്രഹിക്കുക ചെയ്യട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പിന്നെയും ഉണ്ടായിരിക്കും. ഇനി ഒത്തിരി ജീവിതാനുഭവങ്ങൾ പറയത്തക്കണം, അനേകർക്ക് അനുഗ്രഹമാകത്തക്കണം മോളെ കർത്താവ് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകരോട് നന്ദി പറയുക. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ. ഗോഡ് ബ്ലെസ് യു ഓൾ.